Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of വലിയ രോഗി. എടാ ഒന്ന് പോടാ. അതൊന്നും ഒഴിക്കാൻ എത്ര നേരം അവനെ വിളിക്കണം, വരുന്നുണ്ടോ നോക്കി. വേറെ എന്തേലും പറ. ഓരോ പ്ലേറ്റ് ചിക്കൻ കൂടി എടുത്തോ. റോൾ ഇറക്കണ്ട, എഴുന്നേറ്റ് പോടാ കുടിച്ചു. കുപ്പിയെടുക്കടാ, കുപ്പിയെടുക്ക്, വേഗം എടുക്ക്. നീ പോടാ, ഇടരുത് അവനെ. നീ പോടാ, അവനെ വിടരുത്. വാടാ വാ. വരുന്നുണ്ട്, ഓടിക്കോ. എടാ അവര് അങ്ങോട്ട് പോയിട്ടുണ്ടാ. വാടാ വാ, വേഗം വാ. ഓടിക്കളി അവരെ. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. ആ അവന്റെ പുറകെ വരുന്നുണ്ടോ. ഓടിക്കോ, വലത്തോട്ടല്ലേ ഇടത്തോട്ട്. വേഗം ഓടിക്കണ വന്ന്. അടികൂടാൻ വന്നിട്ട് എന്തിനാടാ എല്ലാരും ഓടുന്നത്? അവനെ തലടാ. വേഗം വേഗം വാ, വേഗം വാ. നിക്കടാ അവിടെ. നിന്റെ അന്തോണിയുടെ അടുത്ത് ചെന്ന് പറ, ഇതുകൊണ്ടൊന്നും എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. ഭഗവാനെ, എല്ലാവർക്കും നല്ലത് വരുത്തണേ. അല്ല, അവനെന്താ ബാത്റൂമിൽ പാട്ട് കേൾക്കാതെ കുളിക്കില്ലേ? തുടങ്ങിയല്ലേ നിങ്ങൾ? സ്കൂളിലാ മാഷ, വീട്ടിലല്ല. വേഗം പോയി ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യും. എന്നെ ഉപദേശിക്കുക, അല്ലാതെ അവനെ നന്നാക്കാൻ നോക്കണ്ട. എന്തോ വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ, അപ്പോഴേ നിനക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് പത്തേനുലകത്തിലെ എന്താ ഗുല. എടാ അളിയാ, എന്താ രണ്ടെണ്ണം ഉണ്ട വിഴുങ്ങിയ പോലെ ഇരിക്കണ? അളിയൻ വേര് ചാടിയോ? വന്നല്ലോ, ഇവന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വല്ല തുണ്ടുപടം ഉണ്ടോന്ന് നോക്കിയാൽ എല്ലാം ദൈവത്തിന്റെ പടം. ഛേ, അളിയനെ കുളിപ്പിക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു.
അവനോ ഒരു തോൽവിയാ. അവന് തേച്ചു കൊടുക്കുന്ന ഇവൻ ഭൂലോക തോൽവി. അല്ലടാ, നിങ്ങൾ ദിവസം ഇത് അങ്ങോട്ടായി പോകുന്നത്? അതെന്താണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഈ ലോകത്തിലെ ഏറ്റവും കഷ്ടമുള്ള ജോലി ഏതെന്നറിയോ? ജോലി ഇല്ലാതിരിക്കുന്നതാ. നിങ്ങൾ ദിവസവും ജോലിക്ക് പോകുന്നുണ്ടേ ആ പവർ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ എനിക്കറിയാം. ചെറുപ്പക്കാരാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും. ഇയാള് ചെറുപ്പത്തിൽ എന്തൊക്കെയാ ചെയ്തു കുട്ടിയെന്ന് ആർക്കറിയാം? എന്താ വരുന്ന വഴി മാഷിനെ കണ്ടോ? അതെ അളിയാ, വടിയെടുത്ത് അടിച്ചില്ലെന്നേ ഉള്ളൂ. നിന്റെ തന്തപ്പഴി വായ തുറന്നാ ഉപദേശിച്ച് കൊല്ലും. എടാ, എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെ തന്നെയാ. നീ അത് വിട്ടേക്ക്. എന്തിടെ 2 ദിവസമായിട്ട് കഴിച്ചില്ലേ? അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ. അകത്ത് പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്, അടിച്ച് മാറ്റാം. അതൊക്കെ എപ്പോഴേ അടിച്ചു മാറ്റിയടാ, മിണ്ടാതിരിക്കെ. എങ്ങനെയുണ്ട്? ഇപ്പോഴാണേ നീ കണ്ണാപ്രശ്നം കഴിഞ്ഞ് വന്നത്. ഊരടെ ഇതോ കൊള്ളാം. നേരെ പോയി ഏതെങ്കിലും വെള്ളി ഷോപ്പിൽ ജോയിൻ ചെയ്യും. ഹേയ്, ആ ഇത് സൂപ്പർ. പോക്രിയിലെ വിജയിനെ പോലെ ഉണ്ട്. അങ്ങനെ. എടാ, അവനിടുന്ന ഓരോ ഗ്ലാസും എന്റെ ഓരോ മാസ ശമ്പളം. 500 രൂപയുള്ള ശമ്പളം. കണ്ണാടി വെക്കുന്ന നീ കഷ്ടപ്പാട് വല്ല അറിയുന്നുണ്ടോ? നിങ്ങൾ അത് കണ്ണിലെടുത്ത് വെക്കുന്നത് ഞാൻ കണ്ടത്. അതാ മോനെ, പാല് കുടിക്കേ. അങ്ങനെ തന്നെ കൊടുത്തേക്ക്. ഇപ്പൊ ഇത് കുടിച്ചിട്ട് പുള്ളി ജിമ്മിലോട്ടൊന്നും പോകാൻ പോകുന്നില്ല. അതെങ്കിൽ തന്നെ മടിക്കാതെ തരൂ, ഞാൻ കുടിച്ചോളാം. Catch it. Come on, follow back. വേസ്റ്റ് ഫെലോസ്. ഇന്ന് ഈ നാട്ടില് ബസ് വരാൻ പോവുക. അതിന് കാരണം ഈ വേസ്റ്റ് ഫെലോസ് ആണ്. അത് മറക്കരുത്. 2 കമിതാക്കൾ മൂലം ഈ ഗ്രാമത്തിൽ വലിയൊരു കലാപമുണ്ടായതുകൊണ്ട് ഇവിടേക്ക് കഴിഞ്ഞ 10 വർഷമായി ബസ്സുകളൊന്നും വന്നിരുന്നില്ല. ഇവിടെ നിന്ന് സ്കൂളിലേക്കും കോളേജിലേക്കും ആശുപത്രിയിലേക്കും ജോലിക്കെല്ലാം പോയിരുന്നവർ 2 കിലോമീറ്റർ നടന്നാണ് പോയിരുന്നത്. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം പോരാടിയതുകൊണ്ട് ഇന്നിതാ ഒരു ബസ് എത്തിയിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മുടെ ഹീറോ ശിവയാണ്. ആരോഗ്യമുള്ളതുവരെ അഭിനയിക്കും. മോഹൻലാൽ അറിയിച്ചിരിക്കുന്നു. ഇനി ചെറിയ പടങ്ങളില്ല, വലിയ ബഡ്ജറ്റ് മാത്രം. ഇത് എങ്ങനെയുണ്ട്? അത് കലക്കി. സൂപ്പറാടാ. ഗുഡ് മോർണിംഗ്. ഹേ, നീ എന്താ പുറത്ത് തന്നെ നിന്ന്? അകത്തേക്ക് വരാൻ പാടില്ലായിരുന്നു. ഇപ്പൊ തന്നെ വൈകി, നമുക്ക് പോകാം. എടി, വണ്ടി ഒന്ന് നിർത്തിയേ. എന്താടി കാര്യം? ഞാനിപ്പോ വരാം. നീ ഇതൊന്ന് പിടിച്ചേ. അയ്യോടാ, അത് കൊള്ളാം. 6 മാസമായിട്ട് ഞാൻ നിന്റെ പിന്നിൽ ഇങ്ങനെ അലയുന്നത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എടി അനിതേ, ഇങ്ങി വന്നേ. എക്സ്ക്യൂസ് മീ, ഈ ചെടിയോട് കാണിക്കുന്ന ദയ എന്നോട് കാണിച്ചൂടെ? നിങ്ങളാരാ? കം ലെറ്റ്സ് ഗോ. ആരാണെന്നോ? അച്ഛനും അങ്ങനെ പോലെ പുറകെ വന്നോണ്ടിരിക്കുക. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നല്ലാതെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വിട്ടിട്ട് പോയിക്കൂടെ? അണിഞ്ഞൊരുങ്ങി മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാ
പെമ്പിള്ളേരെ വീഴുമെന്ന ഇവന്റെയൊക്കെ വിചാരം. പ്രേമിക്കാൻ നടക്കുന്നതാ ഇവന്മാരുടെയൊക്കെ ഹോബി. പക്ഷെ ഇത് സത്യമായിരിക്കില്ല. നിനക്കറിയാത്തതുകൊണ്ടാ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ്. എന്തായാലും നമുക്ക് പോകാം. ഹച്ച് ഡോഗ് അല്ലേ? വേറെവർ യു ഗോ ഐ വിൽ ഫോളോ. അമ്മാവോ അമ്മാവോ, ചേച്ചി അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ വന്ന് കിടക്കാണോ? താഴോട്ട് വാ. ഇതാണ് കൊഴന്തവേൽ. ലഹരി കൂടിയാൽ മരത്തിന് മുകളിലാണ് കിടപ്പ്. ലഹരി കുറഞ്ഞാലോ തറയിലും കിടക്കും. നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇദ്ദേഹത്തിനറിയാത്ത ഒരു കാര്യം പോലും ലോകത്തിലില്ല. ഈ നാട്ടിലെ യുവാക്കൾക്ക് കൂട്ടുകാരനായും അമ്മാവനായും ചിറ്റപ്പനായും ഉള്ളത് ഇദ്ദേഹമാണ്. വരുന്നു. കേറി വാടാ മോനെ. നമ്മുടെ കൊച്ചച്ഛനെ കൊച്ചു കൊച്ചു കള്ളത്തിനെ കാണിക്കൂ എന്ന് നോക്കിയ വല്ല കള്ളക്കളി ഇങ്ങനെ വേണം അടിക്കാൻ. ഇതെന്താ നേർച്ചപ്പെട്ടി പൊട്ടിച്ച പോലെ ഇട്ടേക്ക് കാണല്ലോ. നോക്കട്ടെ. എടാ ചിന്നമല്ലേ, അടങ്ങ്. നീ ഇതെവിടെ വെച്ചേക്കായിരുന്നു? സ്പീക്കറിനകത്താ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാവുന്നല്ലേ. പെണ്ണുങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? പെണ്ണും പ്രശസ്തി ഒരുപോലെയാ, രണ്ടും ലഹരിയാ. എന്നാ ലവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലവോ? അതൊരു മനോഹരമായ ചാപ്റ്ററാ. ലവ് എന്ന് വെച്ചാൽ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. അതായത് പെണ്ണിന്റെ കണ്ണിലും മനസ്സിലും പെട്ടോണ്ടേയിരിക്കണം. ഒരു മിസ് കോൾ കൊടുക്കണം, എടുക്കണം, വെയിറ്റ് ചെയ്യണം. എങ്കിലേ ലവ് വർക്കൗട്ട് ആവും. പിന്നെയും പുറകെ വരുന്നു. ഒന്ന് നിർത്ത്. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. ഇതൊന്ന് പിടിക്ക്. ഹലോ, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? അറിഞ്ഞോണ്ട് തന്നെ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്താന്ന് പറ. സിമ്പിൾ. നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, അത്രേ ഉള്ളൂ. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ സൗന്ദര്യം മാത്രം മതിയോ? ഒന്ന് മനസാക്ഷി തൊട്ട് പറ. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും എനിക്ക് ബുദ്ധി മാത്രം മതി, സൗന്ദര്യം വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? സൗന്ദര്യമാണ്, ഭംഗിയുള്ള എന്തിനേയും കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അതിന് എന്നെ കിട്ടിയുള്ളോ? എന്റെ കണ്ണിന് നീ മാത്രമേ സുന്ദരിയായുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ പുറകെ നടക്കുന്നോണ്ട് നിനക്കെന്താ നേട്ടം? ഇഷ്ടപ്പെട്ട പെൺകുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഫോളോ ചെയ്താലേ കാര്യം നടക്കൂ. 6 മാസമായിട്ട് ഞാൻ തന്റെ പുറകെ നടക്കല്ലേ, എന്നിട്ട് അറിയാതെയാണോ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടമില്ലെന്നൊന്ന് പറഞ്ഞേ, ഞാൻ വിട്ടേക്കാം. ഇല്ല. നിനക്കത് വെറും ഒരു വാക്ക്, എനിക്കത് ജീവിതമാണ്. രാത്രി മുഴുവനും ഇരുന്ന് ആലോചിച്ചിട്ട് നാളെ വന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ. ബൈ. എന്തിനാ നാളത്തേക്ക്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഹലോ. ഇഷ്ടപ്പെട്ട പെൺകുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഫോളോ ചെയ്താലേ കാര്യം നടക്കൂ. ഇങ്ങനെ പുറകെ നടന്നാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നല്ലേ? എന്തെങ്കിലും വിശേഷം കാണും. നാളെ കാണാം. ശരി. എന്റെ ഈശ്വര, ഇവൻ എന്തിനാ അടുത്തേക്ക് വരുന്നത്? ആന്റി, എന്നെ അനുഗ്രഹിക്കണം. ഇവൻ എന്ത് ഭാവിച്ചാണോ? നീ ആരാണ്? എന്റെ കാലിൽ എന്തിനാ വീഴുന്നത്? ദൈവസന്നിധിയിൽ ആരും മനുഷ്യരുടെ കാലിൽ വീഴാൻ പാടില്ല. ആന്റി, ദൈവം മനുഷ്യരുടെ രൂപത്തിലാ വരിക. ദൈവത്തിനെ മറ്റുള്ളവരിലാണ് കാണേണ്ടത്. നിങ്ങളെ കാണുമ്പോ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഉണ്ട്. അതുകൊണ്ടാ കാലി വീഴുന്നത്. നന്നായി വരട്ടെ. ആന്റി, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സ് വെച്ചാൽ നടക്കും. എന്തൊക്കെയാ നീ പറയുന്നത്? ഞാൻ മനസ്സ് വെക്കണമെന്നോ? അതെ, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. നിന്റെ മനസ്സ് പോലെ തന്നെ എല്ലാം നന്നായി നടക്കും. അല്ല, നീ എന്തിനാ കാലി വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നേ? അത് പിന്നെ ഇന്ന് എന്റെ പിറന്നാളാണ് അങ്കിൾ. പുറത്തൊരു അന്നദാനമുണ്ട്. എന്ന് ഞാൻ വരട്ടെ. ശരി എന്നാ. സമാധാനായി. അതെ. അമ്മ, അവൻ ആരാ, എവിടെ ഉള്ളതാന്നൊന്നും അറിയാതെ. ആരായാലെന്താ, പക്ഷെ നല്ല പയ്യനാ. നോക്കിക്കോ, അവൻ വിചാരിച്ചതൊക്കെ നടക്കും. Yay! 6. 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
എന്താ ഇത്രയധികം ആലോചിക്കാൻ? അതെന്താന്ന് വെച്ചാ അവനുണ്ടല്ലോ. ഓ, അപ്പു നിനക്ക് അവനെ ഇഷ്ടമാണല്ലേ? നിനക്ക് എന്നെ അറിയാലോ, ഈ പ്രേമോന്ന് പറഞ്ഞ എനിക്ക് തീരെ ഇഷ്ടമല്ലാന്ന്. അങ്ങനെയുള്ള ഞാൻ തന്നെ മാറിപ്പോയി. ശരിയാണോ തെറ്റാണെന്നൊന്നും അറിയില്ല, ഇംപ്രസ് ആയിപ്പോയി. സൂക്ഷിക്കണേ, സ്വഭാവം അറിയാതെ സ്നേഹിക്കാൻ പോകണ്ട. അവൻ മുതിർന്നവരെ ബഹുമാനിക്കുന്നവനാ, ഉറപ്പായി നല്ലവനായിരിക്കും. ഏയ്, അങ്ങനെ വിശ്വസിക്കാൻ വരട്ടെ. അവൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? അവളുടെ ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഹലോ, നിങ്ങൾ എന്നോടൊന്നും സംസാരിക്കണ്ട. ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങനെ പറയാോ? എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നേ? ഇന്നലെ അവൾ സുന്ദരി, ഇന്ന് ഞാൻ സുന്ദരിയോ? നിങ്ങൾ എന്നും സുന്ദരി തന്നെയാ. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഹീറോയിനെക്കാളും പുറയിലുള്ള ഡാൻസേഴ്സിനായിരിക്കും കൂടുതൽ ഭംഗി. എനിക്ക് ശക്തിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തൊരു അഭിനയം! എന്തൊക്കെ നുണയായി പറയുന്നേ. അത് ശരി, ഇത്രേ ഉള്ളോ? എന്നെ സ്നേഹിക്കാൻ നിന്നെ പുകഴ്ത്തി പറഞ്ഞു, ഇതിലെന്താ തെറ്റുള്ളത്? ഇനി അവനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിനക്കത് തെറ്റായി തോന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ എന്താ നടക്കുന്നേന്ന് മനസ്സിലാവുന്നില്ല. അത് സത്യോ? എന്താ സംഭവിക്കുന്നെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. നന്നായിട്ട് നടന്നാ മതി. എന്നാ ഞാൻ പോട്ടെ. മറ്റേ പോസ്റ്റിന്റെ കാര്യം എന്തായി? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണോ ചേനക്കാര്യമേ? നമസ്കാരം നമസ്കാരം നമസ്കാരം. നമസ്കാരം നമസ്കാരം. കാണുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി കൂടിയാ. താഴെ RMLA ഉണ്ട്, ഓർമ്മ വേണം. അതെ, എല്ലാവരുടെയും കയ്യും കാലും പിടിച്ച് വോട്ട് വാങ്ങി ജയിച്ചു വന്നാൽ എനിക്കതൊക്കെ അറിയാൻ പാടില്ലേ? ഞാൻ വരിക വരിക അത് വരിക. ഞാൻ എല്ലാവരും ഒന്ന് കണ്ടേച്ചു വരെ. പറ്റ ഇന്ന് തന്നെ കാണാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. ഇത് നിങ്ങളുടെ വിജയം തന്നെയാ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങളുടെ ശക്തി കൊണ്ട് എന്തും സാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ മന്ത്രിയാക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രവർത്തിക്കും. എന്റെ നാടിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം, അതിന് നല്ലപോലെ കഷ്ടപ്പെടണം. എന്റെ ആഗ്രഹം ഇതുമാത്രമാണ്, അല്ലാതെ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം എനിക്കില്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ നാടിനെ മറ്റുള്ള നാടുകളെക്കാൾ മുൻപന്തിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. അത് കഥാ. എല്ലാവരും ഇത് സാർ. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം നീ. ശരി സാർ. ഇതിൽ ഓരോന്നും എന്റെ കണ്ണുപോലെ തന്നെയാ. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഏൽപ്പിക്കണം. അപ്പൊ പോയിട്ട് ഇവരൊക്കെ എവിടുന്നാ വന്നത്? നമ്മുടെ കാര്യം ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ എവിടേക്ക് പോവാനാ? ഇവിടെ തന്നെ കാണുമല്ലോ. എന്താ സഭ പറയൂ സാർ. ഈ അപേക്ഷയൊക്കെ പഴയ വിലയ്ക്ക് തൂക്കി വിറ്റ് നല്ലൊരു കാശ് കിട്ടുമെന്നാണല്ലോ തോന്നുന്നത്. ഇതൊക്കെയാണോ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്താന്ന് വെച്ചാ പറ. മുഖ്യമന്ത്രി കസേരയുടെ 4 കാലില് 1 കാലം നിങ്ങളാന്നാ ജനങ്ങളെല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാരും പറയണേ. അതെ, വടിയെടുത്ത റൗഡി, കോടി പിടിച്ചാ നേതാവ്. അത് തന്നെയാ നമ്മുടെ പോളിസി. മനസ്സിലായില്ലേ? ഡ്രൈവറെ, വണ്ടി എടുക്ക്. വീഡിയോയും തഹസിൽദാറും ഒക്കെ അവിടെ കാത്തിരിക്കുക. ഈ ദരിദ്രവാസികളെ കാണാൻ വന്നോണ്ട് ഇനി അവരെ കാണാൻ പറ്റുമെന്തോ?
ഇത് കുറെ നേരം ആയാലടേ വെയിലത്ത്. ആ MLA വരുമല്ലോ അല്ലേ? നമ്മള് പെണ്ണുങ്ങൾക്ക് വേണ്ടി പോലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെ അതെ. എടാ നീയൊക്കെ മൊബൈൽ വാങ്ങിച്ചാ? ഒന്ന് എണീറ്റ് പോടാ, പല്ല് വേദനയോട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ സെൽഫോൺ വന്നതിന് ശേഷം ആര് സെല്ലിൽ സംസാരിക്കുന്നു, ആർക്ക് പല്ല് വേദനിക്കുന്നു ഒന്നും മനസ്സിലായി. കാരണം രണ്ടിനും ഒരേ ആക്ഷൻ അല്ലേ? MLA വരുന്നുണ്ട്. വന്നാ എന്താടാ കാർ നിർത്താതെ പോകുന്നത്? ഡേയ്, അങ്ങേര് നമ്മളെ കാണാൻ വന്നതല്ല, നമ്മളാണ് അങ്ങേരെ കാണാൻ വന്നിരിക്കുന്നത്. ആവൂ, ഭഗവാനെ നേരിൽ കണ്ടതുപോലെയുണ്ട്. പണികളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? നമസ്കാരം. അതെ, അതെന്താണോ അവിടെ തേക്കാതിരുന്നത്? അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. പണി തീർക്കാനുള്ള കല്ലും സിമെന്റും കമ്പിയൊക്കെ എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? അതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ നീ പണി വൈകിക്കരുത് കേട്ടോ. ശരി സാർ. എത്രയും പെട്ടെന്ന് തീർത്തു തന്നെ. തീർച്ചയായും. ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതാ എല്ലാം ഞാൻ നോക്കിക്കോളാം സാർ. എല്ലാം ഒന്ന് സ്പീഡാക്ക് നീ. ശരി സാർ. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പണി നടന്നോട്ടെ. നടക്കട്ടെ. എടോ കോൺട്രാക്ടറെ സാർ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് നോക്കിയപ്പോ അവിടെ കണ്ട അതേ അവസ്ഥ തന്നെ ഇപ്പോഴും. 15 ദിവസം മഴയുണ്ടായിരുന്നല്ലോ. താനിവിടെ ജോലി ചെയ്യിക്കുകയാണോ അതോ വേറെ വല്ലതും ചെയ്യിക്കുകയാണോ? കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് സാർ. അതല്ല, വീട്ടിലേക്ക് 2 ലോഡ് ഇഷ്ടിക അയക്കാൻ പറഞ്ഞ് നീ അയച്ചായിരുന്നു. അത് അപ്പോഴേ അയച്ചല്ലോ സാർ. നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് സ്കൂൾ വന്നാൽ പിന്നെ കുട്ടികൾക്ക് പുറത്തുപോയി പഠിക്കേണ്ട കാര്യമൊന്നും. ഗവൺമെന്റ് സ്കൂളിൽ ആരെങ്കിലും കൊച്ചുങ്ങളെ ചേർക്കോ? നല്ല എഡ്യൂക്കേഷൻ കിട്ടിയാൽ എന്തുകൊണ്ട് ചേർത്തുകൂടാ? ഇത്രയും വലിയ സ്കൂള് വെറുതെയാണോ കിട്ടുന്നത്? എടാ, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി യുവന്മാർ ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവൂടാ. അതിന് MLA ഈ പണിയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പോത്തുപോലെ വളർന്നിട്ടും വിവരം വെച്ചിട്ടില്ല. ഗവൺമെന്റ് ജോലിക്ക് കിട്ടുന്ന പ്രാധാന്യം ഒരു ദിവസം ഗവൺമെന്റ് സ്കൂളുകൾക്കും കിട്ടാം. MLA സംസാരിക്കടാ. നമസ്കാരം. എന്താ പിള്ളേരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇലക്ഷനൊക്കെ എങ്ങ് അടുത്തു, അറിയാമല്ലോ. അറിയാം. പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ ചുമരിൽ എഴുതിയായിരുന്നല്ലോ. ജനങ്ങളുടെ സ്വത്ത്, ഭാരതത്തിന്റെ മുത്ത്. അത് സത്യത്തിൽ എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. ഇത്തവണത്തെ ഇലക്ഷനിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വേണം എല്ലാ സ്ഥലത്തും എഴുതാൻ. എന്താ മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. എന്താ ചെയ്യാ? വൈകുന്നേരം നിങ്ങൾ എന്റെ പാർട്ടി ഓഫീസിലേക്ക് വാ. ജില്ലാ തലത്തില് യൂത്ത് വിങ്ങിന്റെ ഒരു വലിയ സ്ഥാനം ഞാൻ നിനക്ക് തരാം. അതുപോലെ അപ്പോ ഞാൻ വരട്ടെ. ഉഗ്രം കോൺട്രാക്ട് കിട്ടിയല്ലേ? കഥവടച്ചു കൊടുക്കടാ. ഈ പോസ്റ്റ് നമ്മളൊരു 10-200 പേർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? But he's still adamantly continuing with his 3-day fast at the MMRTA grounds. Sources said he may be ഒരു വലിയ മനുഷ്യൻ നാടിനു വേണ്ടി എത്രയോ ദിവസം കഴിക്കാതിരിക്കുന്നു. എന്നാൽ നമ്മളോ ഭക്ഷണം കഴിക്കുന്ന ജോലി മാത്രം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അവനൊന്ന് നേരാൻ വണ്ണം ഭക്ഷണം കഴിച്ചോട്ടെന്നേ. ഇവൻ MLA അടുത്ത് എന്താണ് കാര്യം? എടാ, നീ MLA പോയി കണ്ടോ? അഭിമാനം തുളുമ്പുന്നു. ഈ പാർട്ടിക്കാരുമായിട്ടുള്ള സഹവാസമൊന്നും അത്ര നല്ലതല്ലടി. രാഷ്ട്രീയവും മണ്ണാങ്കട്ടി, ജനങ്ങളെ പറ്റിക്കുന്ന പണിയടി അതൊക്കെ. യൂത്ത് വിങ്ങിൽ എനിക്ക് വലിയൊരു പോസ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മുതലെടുക്കാൻ അവർ പലതും പറയും. പോസ്റ്റ് അടിക്കാൻ ആവശ്യമായിട്ട് വരുമ്പോ അവര് പല പോസ്റ്റും കൊടുക്കും. എന്തിനെങ്ങനെ ഒച്ചയിടുന്നേ? പഠിക്കണ്ടേ എനിക്ക്? ഇവളും തത്വം പറയാൻ തുടങ്ങും. പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്, എന്റെ VO എക്സാം നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കിട്ടും, നീ നോക്കിയിരുന്നാ മതി. അതൊക്കെ പുള്ളി ചെയ്യുന്നേ. അങ്ങനെയെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കൊന്ന് നോക്കാലോ. നീ കഴിക്കുമോനെ? അതായത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ അവരിങ്ങോട്ട് പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. അമ്മാവന് മനസ്സിലാവുന്നില്ല. നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും അവന്റെ കുടുംബ സ്വത്തല്ലല്ലോ. ഗവൺമെന്റ് അവന് തരുന്ന പണം. അതാ MLA ലാറിയിൽ സിമന്റ് കൊണ്ടുപോകുന്നില്ലേ? അതെങ്ങോട്ടാ പോകുന്നതെന്നറിയോ? സ്കൂൾ കെട്ടിക്കൊണ്ടിരിക്കല്ലേ നിന്റെ തല. സ്കൂൾ പണി നടക്കുന്നത് ഇവിടെ, പിന്നെ അങ്ങോട്ട് എന്തിനാ പോകുന്നേ? ശരിയാണല്ലോ. ഇവിടെ സ്കൂൾ പണിയാനായി ഗവൺമെന്റ് തന്ന പണം 6 കോടി രൂപ. പക്ഷെ നിങ്ങളുടെ MLA ചെലവാക്കിയത് വെറും 3 കോടി രൂപ. ബാക്കിയുള്ള 3 കോടിയിൽ അവന് വേണ്ടി ഒരു ബംഗ്ലാവ് പണിയാണ് അവിടെ. അതറിയാമോ? എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളുടെ ചൂണ്ടുവിരലിനെ വോട്ടിടുമ്പോ മഷിയിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. ഇതുപോലത്തെ തെണ്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പോഴേ നാട് നന്നാവും, നിങ്ങളുടെ ജീവിതം നന്നാവും. എന്താ ഇയാളീ പറയുന്നത്? അങ്ങേര് പറഞ്ഞത് കാര്യമൊക്കെ തന്നെയാ. പക്ഷെ ആദ്യം നീ ചായ പറ. ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്ക്.
വോട്ട് ചോദിച്ചു വന്നപ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു വന്നിരുന്നത്. നമ്മളെയൊക്കെ വിഡ്ഢികളാക്കി. നല്ലൊരു നേതാവാണെന്ന് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. ശേ. ഏയ് അവിടെ നിക്ക്. ഞാൻ നിന്നോട് സംസാരിച്ചു വരുമ്പോൾ നിന്റെ നോട്ടം വേറെ എവിടേക്കാണല്ലോ. നിന്റെ മനസ്സ് ഇവിടെ ഒന്നും ഇല്ലേ? ആരാ പറഞ്ഞേ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ആരെയോ നോക്കുന്ന പോലെയുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് ഹച്ച് ഡോഗ് എന്ന്? ഇപ്പൊ എന്താ പുറകെ വരുന്നത് കാണാത്തതുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുകയാണോ? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടേ. അവനെ കാണാത്തതിലുള്ള സങ്കടം നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു മാർക്കറ്റ് കളക്ഷൻ വളരെ കുറവാണ്. കളക്ഷൻ ഒക്കെ കൂടിക്കോളും. ഇത്തവണ അത് കുറയാതെ നോക്കിക്കൊള്ളു. നോക്കി സുകുമാരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ കരുതിയൊരു സാധാരണ പനിയായിരിക്കുന്നു. നോക്കുമ്പോ ഡെങ്കിപ്പനി. അങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാ. ശരി, ഞാൻ വൈകുന്നേരം അവനെ ഒന്ന് കാണാം. ശരിടളിയാ. ടൂൾസ് എടുക്കട്ടില്ലയാ. മിണ്ടാരിടാ. ഇത് അന്തോനിയുടെ ആളുകളാണല്ലോടാ. മിണ്ടാതെ നടക്ക്. ബസ്സിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിനക്കെന്താ? അതുകളാ, നീ വലിയ കോപ്പാണെന്നാണോടാ വിചാരം? ആന്റണി ഏട്ടന്റെ ആൾക്കാരോടാണോടാ നിന്റെ കളി? ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ കൈ കിട്ടിയില്ലേ? എന്താ അവിടെ? സാർ അത് ഫ്രണ്ട്സ് ആണ് സാർ. വഴി വെച്ച് കണ്ടപ്പോ. പോയിക്കോ. ഏയ് ചാനൽ മാറ്റ്. ബിഗ് ബോസ് തുടങ്ങാറായി. വേഗം ആവട്ടെ. അതൊക്കെ ബോറാ അമ്മേ. ആഡ് കണ്ടു നോക്ക്, അതാ ഇൻട്രസ്റ്റിംഗ്. നീ ഇപ്പൊ ചാനൽ മാറ്റുന്നുണ്ടോ ഇല്ലയോ? എന്റെ അമ്മേ, അച്ഛൻ വരാൻ സമയമായി. അമ്മ അടുക്കളയിലോട്ട് ചെല്ല്. നിന്റെ അച്ഛൻ വരട്ടെ. എനിക്ക് മാത്രം ഒരു TV വാങ്ങണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്റെ ഇഷ്ടത്തിന് ഒന്നും കാണാൻ പറ്റുന്നില്ല. ശരി ചേച്ചി. ശരി ചേച്ചി. ഓക്കെ ചേച്ചി. ദാ വന്നോണ്ടിരിക്കുക നമ്മുടെ വീട്ടിലേക്ക്. ശരി ചേച്ചി. ശരി. കേബിൾ അല്ലേ? അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ശരി ചേച്ചി. ശരി. ഇത് ശിവയുടെ ബൈക്കാണല്ലോ. ഇവിടെ എങ്ങനെ വന്നു? എന്താ? ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോയി കണക്ട് ചെയ്ത് വരുമ്പോ നീ ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കുക. കട്ട് ചെയ്യുന്നത് തന്നെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണെന്നേ. ഇതാർക്ക പുതിയൊരു കണക്ഷൻ? ആ കണക്ഷൻ ആണല്ലേ. അമ്മേ, എന്താ കേബിൾ വീണ്ടും കട്ടായിന്നാ തോന്നുന്നേ. എന്നെ കാണാൻ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ടാ. ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ കേബിൾ കട്ടാവുന്നത്?
പക്ഷേ കാശ് വാങ്ങാൻ പല്ലിളിച്ചുകൊണ്ട് വരും. ഫോൺ ചെയ്താൽ പോലും വരില്ല. അമ്മ, കേബിൾ ഓഫീസിലോട്ടൊന്ന് ഫോൺ ചെയ്യ്. ഞാൻ ചെയ്യാം. ആരാ നോക്ക്. ആരാ വന്നത്? കേബിൾക്കാരനാ അമ്മ. നോക്കാൻ പറ, ഞാൻ ഇപ്പൊ വരാം. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ലവ് ചെയ്യുന്നു. അതിനുവേണ്ടി വീട്ടിലേക്കാണോ വരുന്നേ? ഞാൻ എന്റെ ആന്റീനെ കാണാൻ വന്നത്. ഹലോ, എന്നിങ്ങനെ കൊല്ലാക്കൊല ചെയ്യല്ലേ. അതെങ്ങനെ? നിന്നെ കൊന്നിട്ട് പിന്നെ ഞാനെന്ത് ചെയ്യാന്? എന്റെ ജീവൻ നീയല്ലേ. പിച്ചും പെയും പറയാതെ ഒന്ന് പോകുന്നുണ്ടോ? ഒരു കാര്യം പറയട്ടെ, ചില ആളുകൾ ചിരിച്ചാൽ നന്നായിരിക്കും, പക്ഷെ നീ എപ്പോഴും സുന്ദരിയാ. നിന്റെ കണ്ണിൽ എനിക്ക് ലവ് കാണാം. വേണമെങ്കിൽ പോയി കണ്ണാടി നോക്ക്. ഹലോ ആന്റി. നീ അന്ന് അമ്പലത്തിൽ വെച്ച് അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ? വരൂ ഇരിക്കൂ. മോളെ ശക്തി, നീ ഒരു കോഫി ഉണ്ടാക്കും. മധുരം കുറച്ച് കൂടിയാലും തരക്കേടില്ല. പിന്നെ നീ ജോലിക്ക് പുതിയതാണോ? അതെ. അന്ന് ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? അന്ന് നിന്റെ പേര് പോലും ഞാൻ ചോദിച്ചില്ല. ശിവ, ഇടയ്ക്കിടയ്ക്ക് കേബിളിന് പ്രശ്നം വരുന്നുണ്ട്. നിന്റെ നമ്പർ ഒന്ന് തന്നിട്ട് പോവോ? ശരി. കോഫി. ശക്തി, ശിവയുടെ നമ്പർ ഒന്ന് സേവ് ചെയ്യൂ. ശരി അമ്മേ. 9986 259 337. അതിന്ന് ഒരു മിസ്ഡ് കോള് തന്നാ മതി. പൊടിച്ച കള്ളനാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഞാൻ ഇറങ്ങാണേ. ഇനിയെങ്കിലും കണക്ഷൻ ശരിയായ മതിയായിരുന്നു. അല്ല അമ്മാവ, നിങ്ങൾ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ലവോ? അയ്യോ, എന്ന് പറയുന്നത് ആ കാലം. അങ്ങനെയാണോ എന്ന് പറയുന്ന അച്ഛന്റെ കാലം. ചെയ്തോ, പക്ഷെ സൂക്ഷിച്ചു വേണം എന്ന് പറയുന്നത് ഈ കാലം. ലവിനെ പീരിയഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈൻ ആക്കി. സൂപ്പർ കൊച്ചാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ലവ് എന്ന് പറയുന്നത് തിളയ്ക്കുന്ന വെള്ളത്തില് നല്ല തണുത്ത ഐസ് വെള്ളം മിക്സ് ചെയ്യുന്നത് പോലെ ഒരു വ്യത്യസ്തമായ അനുഭവം. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. എനിക്ക് പറ്റുന്നില്ല അമ്മാവ. ചിലപ്പോ ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം. അവളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവത്തിനോട് പോയി പ്രാർത്ഥിച്ചു നോക്കിയാൽ പോലും ഒന്നും മനസ്സിലാവുന്നില്ല. എടാ, വേശ്യാവൃത്തി ചെയ്യുന്നവരുടെ മനസ്സ് മാത്രം തുറന്ന പുസ്തകം പോലെയാ. കുടുംബസ്ത്രീകളുടെ മനസ്സെന്ന് പറയുന്നത് ക്ഷേത്രം പോലെയാണ്. ചിട്ടയോടെ പോയാൽ മാത്രമേ ദർശനം കിട്ടൂ. ഇവളെന്താ ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ ഇടിച്ചു കൊന്നേനെ. വിഷമിക്കണ്ട. വണ്ടിയിൽ പെട്രോളും ഇല്ല, ഉന്താനുള്ള എനർജിയും ഇല്ല. ശരിയല്ലേ? എനിക്ക് ടോ ചെയ്യാൻ അറിയില്ല. വന്നിരിക്കേ, പോയി പെട്രോൾ വാങ്ങിച്ചോണ്ട് വരാം. ആലോചിക്കല്ലേ, പെട്രോൾ പമ്പ് ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. കേറ്. ശരി. നീ രമേശിനെ വെറും ഫ്രണ്ടായിട്ട് കാണുന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ നിന്റെ ലവർ ആക്കിയില്ലേ? അങ്ങനെ ഒന്നുമില്ല. നീ ആദ്യം ജ്യൂസ് കുടിക്ക്. സമയായി, നമുക്ക് പോവാം. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. വേണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം നിന്റെ അംഗലക്ഷണം അങ്ങനെയാ. നീ എന്താടാ കൊച്ചനെ ഇവിടെ മാമൻ ചുട്ടു തന്ന ദോശയെ വീണ്ടും മലത്തി അടിച്ച് കളിക്കുകയാണല്ലേ? പെണ്ണ് സൂപ്പർ. നീ വിഷമിക്കാതെടാ. നോക്ക്, സ്നേഹം തുറന്നു പറഞ്ഞാൽ അത് ഭാരവാ. തുറന്നു പറഞ്ഞില്ലെങ്കിൽ സുഖം. എങ്ങോട്ട് വരാനാ പറയുന്നത്? എവിടെയും വരാൻ പറഞ്ഞില്ല, നന്നായിട്ടുണ്ടെന്ന് ഹിന്ദിയിൽ പറഞ്ഞതാ. എന്താ സംഭവിച്ചത്? ആൾക്കാരെടുത്ത് ഞാൻ തനിയെ പെട്ടുപോയടാ. ഇനി നിന്നെ ആരെ രക്ഷിക്കാൻ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞു കേട്ടില്ല.
നാണമില്ലടാ നിങ്ങക്ക്. തിന്നുമ്പോ 2 കൈ കൊണ്ട് തിന്നുമല്ലോ. അടിച്ചവനെ തിരിച്ചടിച്ചിട്ട് വരാതെ അടിയും കൊണ്ടുകൊണ്ട് കരഞ്ഞോണ്ട് വന്നിരിക്ക. ആരടാ അവൻ? പാലിയൂരുള്ള ശിവയാണെന്ന്. എത്ര പേരുണ്ടായിരുന്നടാ അടിക്കാൻ? അവൻ ഒറ്റയ്ക്കായിരുന്നു. നാണമില്ലാതെ വന്നിരിക്കുന്നു. നാണമില്ലടാ. അവൻ ഒരുത്തന്നെ എല്ലാരും അടിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു? അവന്റെ എല്ലൊടിച്ച് സൂപ്പ് വെക്കാൻ പാടില്ലായിരുന്നോ? അവൻ ഈ വഴിക്ക് തന്നെയല്ലേ പോകേണ്ടതും വരേണ്ടതും. അവൻ വായി കൊണ്ട് പറയുമ്പോ നിങ്ങൾ കൈ കൊണ്ട് പറയണമായിരുന്നു. അതൊക്കെ നമുക്ക് നോക്കാം. കണിഞ്ഞാൻ നമ്മുടെ കയ്യിലാ, മുറുക്കി പിടിക്കാം. അവന്റെ ഏരിയ ഏതാണെന്ന് പറയടാ. മാസ്റ്ററുടെ മകനാണ്. മാസ്റ്ററുടെ മകനോ? ഒക്കും ഞാൻ അവനെ ഇന്ന്. എന്താ മാവ ഈ വണ്ടി? എന്ത് പറയാനടാ, ഈ വണ്ടിയെങ്കിലും കിട്ടിയല്ലോ. എന്താ ബസ്സിന് എന്ത് പറ്റി? ബസ്സൊക്കെ നിർത്തിയിരിക്കുക. നാട്ടുകാർ മൊത്തം ഇതിലാ വരുന്നത്. ആ എന്തുകൊണ്ട് ആൾക്കാർ ബസ് നിർത്തിച്ചു? എന്തിനാണെന്നോ? എല്ലാം നിന്റെ കയ്യിലിരിപ്പ് കാരണം. ഈ ഗ്രാമത്തിലേക്ക് ബസ് വരാനുള്ള കാരണം തന്നെ എൻ്റെ മകനാ. എന്നാൽ ഇന്ന് ഈ ഗ്രാമത്തിലെ നാട്ടുകാർ തന്നെ അവനെ തള്ളിപ്പറയുന്നു. നീ എന്തിനാ അവരെ അടിക്കാൻ പോയത്? വലിയ അധ്യാപകന്റെ മോനാ. എന്നാ റൗഡി തരത്തിലോ 1-ാം നമ്പറായവൻ. അപ്പൊ അവൻ ചെയ്ത നല്ല കാര്യം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? മിണ്ടാതിരിക്കി. സഭ കൂടുമ്പോ മദ്യപിച്ചാണ് സംസാരിക്കുന്നത്. ഒരു മദ്യപാനിക്ക് സംസാരിക്കാൻ മണ്ടൻ സംസാരിക്കരുത്. ആവശ്യമില്ലാതെ സംസാരിക്കാതെ മാസ്റ്ററോട് എന്താ തീരുമാനം ചോദിക്കേ. അടിച്ചത് അന്തോണിയുടെ ആളുകളെയാ. അന്തോണിയെ പോയി കാണാതെ ഇനി ഇങ്ങോട്ട് ബസ് വരില്ല. ബസ്സിൽ ദിവസം ഇതേനെയാ പ്രശ്നം. ശിവേട്ടൻ ഇല്ലെങ്കിൽ ആരും ഇത് ചോദിക്കാൻ വരില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റ് ചെയ്തത് മറ്റുള്ളവരായിരുന്നാലും അത് അനുഭവിക്കേണ്ടത് നമ്മളാ. ബസ് നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ അന്തോണിയെ സമാധാനിപ്പിച്ചേ പറ്റൂ. അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ കുടുംബം. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആരാടാ അന്തോണി? ആരാ? നീയാണോ അതോ നീയോ? ആരാടാ? അന്തോണി പുറത്തു വാടാ. ആരാ അത്? അന്തോണി ആരാ? ആരാ നീ? ആരാന്ന്? നിനക്ക് എന്താ വേണ്ടത്? ഇത് ആരുടെ വീടാണെന്ന് അറിയാമോ? അന്തോണി എന്ന് വെച്ചാൽ അഹങ്കാരി എന്നാണോ? നിന്റെ അത്രയും തന്നെ ധൈര്യശാലിയാടാ ഞാനും. വാ, നേർക്ക് നേരെ നിന്ന് മുട്ടി നോക്കാം. എന്റെ ജീവൻ എനിക്കൊരു പ്രശ്നമേ അല്ല. നീ ചത്താലും ഇല്ലെങ്കിലും എനിക്ക് ചാവാൻ പേടിയില്ല. നീ 10 പ്രാവശ്യം അടിച്ചാലും ഞാൻ 1 പ്രാവശ്യമെങ്കിലും അടിക്കൂടാ. ആ ഒറ്റ അടിയിൽ തന്നെ നിന്റെ ജീവൻ പോവും. ആണാണെങ്കിൽ കണ്ണു നോക്കി സംസാരിക്ക്. നെഞ്ചുറപ്പോടെ അടിക്ക്. നീ ഒരാണാണോ എന്ന് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണണമായിരുന്നു. അതിനു പകരം ബസ് നിർത്തുന്നതും ആളുകളെ വിട്ട് അന്വേഷിക്കുന്നതും ഭീരുക്കളാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചില്ലേ? എന്താ എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അതൊന്നും സാരമില്ല. ഇന്ന് ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചെയ്താണ് തെറ്റെങ്കിൽ നിനക്ക് എന്നെ അടിക്കാം. ഞാൻ ഒന്നും മിണ്ടാതെ പോവാം. എന്നോട് ചോദിച്ചാൽ അന്യായത്തിന് കൂട്ടു നിൽക്കുന്ന ഒരുത്തനും ധീരനല്ല. അടങ്ങിയോടാ, നിന്റെ ദേഷ്യം അടങ്ങിയോടാ. എന്റെ കണ്ണിന്റെ മുമ്പിൽ ശത്രു വന്നാൽ കത്തിക്കും ഞാൻ. ദ്രോഹി വന്നാൽ കുഴിച്ചു മൂടും. ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ധൈര്യമുള്ളവനെ ബഹുമാനിക്കും ഞാൻ. നീ ധൈര്യമുള്ളവനാണാ? ധൈര്യമുള്ളവൻ. വേഗം വാടാ, വേഗം വാ. ഗണേശ, വണ്ടി നിർത്ത്. ഇവനെ ഒന്നും കൊണ്ടുപോടാ. ഇപ്പൊ തന്നെ 4 പേരെ കയറ്റി. അവിടെ വേലി ഇരിപ്പുണ്ടല്ലോ, അവന്റെ വണ്ടി കയറ്റി വിട്. അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ലടാ. അതിന് ഞാനും ചെയ്യണമെന്നാ പറയുന്നേ. നിങ്ങൾ നടത്തിക്കൊണ്ട് പോയാ മതി. ബസ് എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല. ബസ്സിന് കാത്തു നിന്ന് മടുത്തു. എല്ലാവരും പോയി. ഇനി ഇത് എപ്പോ വരാനാ? വാ, നമുക്ക് പോവാൻ. കാല് വേദനിച്ചിട്ട് വയ്യ. ബസ് വരും എന്ന് പറഞ്ഞ് എത്ര നേരമായി. ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എഴുന്നേക്ക്. വന്നല്ലോ. എല്ലാവരും പറഞ്ഞതുപോലെ ബസ് വന്നല്ലോ. ശരിയാ, ബസ് വരുന്നുണ്ടല്ലോ. ഇവനെന്തിനാ ഇപ്പൊ വരുന്നത്? എന്താണോ പ്രശ്നം? ആപത്ത് അഡ്രസ് എവിടെ വന്നല്ലോ.
ആ ശിവയും കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവൂല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ശത്രുവായിട്ടല്ല കാണുന്നത്, മിത്രങ്ങളായിട്ടാ കാണുന്നത്. എപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ശിവ വന്നോ അപ്പം തന്നെ അവൻ ഉയർന്നവനായി. എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി തന്നത് ശിവ തന്നെയാ. സംഭവിച്ച എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതൊക്കെ പോട്ടെ, നമ്മളെല്ലാവരും ഒരു നാട്ടുകാരല്ലേ, നമ്മളൊക്കെ എന്നും കാണേണ്ടവരാ. ഓ ഇപ്പഴാ സമാധാനായത്. എടാ ആനക്കുട്ടി, നോക്കിക്കൊണ്ടിരിക്കാതെ പൊക്കണവനെ. മുന്തിരിമുത്താം ചുണ്ടരിമുട്ടിൽ നുള്ളിയിരിക്കാം, ചെമ്പകനാരും ചെമ്പനി നീരും തന്നു കൊതിക്കാം. മുന്തിരിമുത്താം ചുണ്ടരിമുട്ടിൽ നുള്ളിയിരിക്കാം, മച്ചാനെ 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 മച്ചാനെ. ഈ നാട്ടിൽ പല VIP അവർക്കെല്ലാം ഞാൻ തേൻകുപ്പി. ഒരു മൺസൂൺ മഴ പോലെ പെയ്യൂ സുഖതാളത്തിൽ. ആ നീലം സ്ട്രോങ് അന്നിങ്ങാൻ എന്നെ കണ്ടെന്നാൽ ആ നിറത്തിങ്കൾ കൈവിട്ടൻ കൂടെ പോരുണ്ട. സ്വിറ്റ്സർലാൻഡ് പയ്യൻസിൻ മുന്നിൽ വന്നെന്നാൽ ആ സ്വിസ് ബാങ്കിൻ പേരിലായി എഴുതിത്തരുണ്ട. ഞാൻ ഹാർട്ട് ഓഫ് ലവ്, ഞാൻ ഹാർട്ട് ഓഫ് ലവ്, ഈ ലൈഫിൽ ഹൈ ഫൈനൽ ഗോ. ആ വെണ്ണിലാവിൻ വെണ്ണക്കടവും കയ്യിലേന്തി പല പാതിരാവും പാവരിക്കും എന്നെ തേടി. ആ കൈത്തൊട്ടാൽ രാഗങ്ങൾ നീട്ടി പഠിക്കാം, കൊതിയുണ്ടെന്നാൽ എന്നിൽ നിന്നെല്ലാം പഠിക്കാം. പതിയെ 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 പലതും കവരുക നീയേ. സുമാലിയ. അണ്ണാ ഹസാരയുടെ സമരം വിജയിച്ചു. ലോക്പാൽ ബില്ല് പാസ്സാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. എനിക്ക് ഈ മിൽമ പാല് പ്രിൻസിപ്പാളൊക്കെ അറിയാം. ഇതാരുടെ ലോക്പാല്? ഹേ
ഒന്നും മിണ്ടാരിടാ. ഏതുമായിട്ടാ കമ്പയർ ചെയ്യുന്നത്? എന്നാ കൊച്ചൻ പറ, ലോക്പാൽ എന്ന് വെച്ചാൽ എന്താണ്? പ്രധാനമന്ത്രി തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യാനുള്ള നിയമം. അതെങ്ങനെയാ? അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തെ എങ്ങനെ ചോദ്യം ചെയ്യാ? അതിനുവേണ്ടിയാ ഈ RTI എന്ന് പറയുന്ന സാധനം. RTIയോ? RTO അറിയാം, ഇതെന്താ RTI എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമം. അത് യൂസ് ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് മുതൽ രാഷ്ട്രീയക്കാർ വരെ ആരൊക്കെ തെറ്റ് ചെയ്താലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. എന്റെ കൊച്ചോ, ഇത് വലിയ പ്രശ്നമുള്ള സംഭവമല്ലേ, അത്ര പെട്ടെന്ന് തരുമോ? കാശ് ചോദിച്ചാലാ കിട്ടുകയില്ലാത്തത്, വിവരം ചോദിച്ചാൽ തന്നല്ലേ പറ്റൂ. എന്ന് വെച്ചാൽ എന്തിനെ കുറിച്ച് വേണമെങ്കിലും ചോദിക്കാം. യെസ്, മുഖ്യമന്ത്രിയുടെ സ്വത്ത് വിവരം മുതൽ തഹസീൽദാരുടെ പോക്കറ്റിലുള്ള കാശിന്റെ കണക്ക് പോലും നമുക്ക് ചോദിക്കാം. ആർക്ക് വേണമെങ്കിലും ചോദിക്കാവോ? യാ, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യൻ പൗരനായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നമ്മുടെ ചായ കടക്കാരന് ചോദിക്കാൻ പറ്റുമോ? റോഡ് സൈഡിൽ കട വെച്ചിരിക്കുന്ന തട്ടുകടക്കാരന് പോലും ചോദിക്കാം, വോട്ടർ ID ഉണ്ടെങ്കിൽ. എന്നാ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടാ, ഇത് നമ്മുടെ നാട്ടിലെ സരസമയ ശാന്തയല്ല, സർക്കാരാണ്. ഒരു പക്ഷെ നീ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും? ഇവിടെ സ്കൂൾ പണിയാനായി ഗവൺമെന്റ് തന്ന പണം 6 കോടി രൂപ. പക്ഷെ നിങ്ങളുടെ MLA ചെലവാക്കിയത് വെറും 3 കോടി രൂപ. നിങ്ങളുടെ ചൂണ്ടുവിരലിനെ വോട്ടിടുമ്പോൾ മഷിയിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. ഇതുപോലത്തെ തെണ്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. MLA ഇവിടെ സ്കൂള് പണിയുന്നില്ലേ, അതിനെ കുറിച്ച് ചോദിക്കാൻ കാര്യമുണ്ടേ? ഇത്രയും കാലം നമ്മളൊന്നും ചെയ്തില്ലല്ലോ, ഇനി ചെയ്യേണ്ട സമയമായി. ഹേയ്, അല്ല ചേട്ടാ, ഈ താലൂക്ക് ഓഫീസ് എവിടെയാ? ഇതാണ് താലൂക്ക് ഓഫീസ്. അല്ല, അവിടെ വേറെന്തോ എഴുതി വെച്ചിരിക്കുന്നു. കണ്ണ് തുറന്നു വായിക്കും. ഓ, അങ്ങനെയാണല്ലേ. ഓരോ ജോലിക്കും അതിന്റേതായ മൂല്യമുണ്ട്. കൃത്യമായിട്ട് കാശ് തന്ന് കാര്യം നടത്തി വെച്ച് പോക്കോ. ഇതുപോരല്ലോ, 2000 ചോദിച്ചപ്പോ 500 കൊണ്ടാണോ വന്നിരിക്കുന്നത്? ഒരു പേപ്പർ മാത്രം ക്ലിയർ ചെയ്താൽ മതിയോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. 5 രൂപ പറയുന്നു, ഉറപ്പിച്ചാലോ? ഒരു 7 രൂപയ്ക്ക് ഉറപ്പിക്കണോ? മുരുക, വരുന്നു സർ. ചേട്ടേ, 1/2 മണിക്കൂറായി ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുക. തന്റെ ഫോൺ ബിസിയാണല്ലോ. നമ്മള് പറഞ്ഞ കാര്യം എന്തായി? കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം, താ പോക്കോ. നിങ്ങളെ വിശ്വസിച്ചാ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ല, താനൊന്ന് പോ. പലിശക്ക് വായ്പ മേടിച്ചാ എങ്ങനെയൊന്ന് ശരിയാക്കി തരണം. അതെ, ഒരു 500 രൂപ നിങ്ങളുടെ ഭർത്താവിന്റെ പേരിൽ ചെല്ലാൻ തരാം. അല്ലെങ്കിൽ 1000 രൂപ തന്നേക്ക്, നിങ്ങളുടെ പേരിൽ തന്നെ ചെല്ലാൻ തന്നേക്കാം. നിങ്ങൾക്കിനി പോകാം, ചെല്ലാൻ നിങ്ങളുടെ വീട്ടിലെത്തിക്കോളും. ഇവനെയൊക്കെ തഹസിൽദാർ എന്നല്ല ബ്രോക്കർ എന്നാ വിളിക്കണ്ടേ. അയ്യോ, ഓരോ കാലം. തരാനുള്ളത് തന്നാൽ ഞാൻ എന്തിനാ വൈകിക്കുന്നത്? കൃത്യമായിട്ട് ചെയ്തു തന്നെ, സാറിന് വിശ്വാസം ഉള്ളതുകൊണ്ടാ. 2 ദിവസം കൊണ്ട് വീട്ടിൽ ഓർഡർ വരും. വലിയമ്മേ, 300 രൂപ 300 പ്രാവശ്യം എണ്ണുന്നുണ്ടല്ലോ. നല്ല കൂത്ത്. ആരാണ് ഇയാളെ ഉള്ളിലേക്ക് വിട്ടത്? വിവരാവകാശ നിയമപ്രകാരം എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. വിവരാവകാശ നിയമോ? അതെ സർ, ഞങ്ങളുടെ നാട്ടിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കൂളിനെ കുറിച്ച്. ഇങ്ങനെ ഒരു നിയമത്തെ കുറിച്ച് അറിയാമെങ്കിൽ അത് എവിടെ പോയാലേ കിട്ടാന്ന് അറിയില്ലേ? വന്നിരിക്കുന്നു, ഒന്ന് പോടോ. നിന്റെ സ്കൂളിനെ കുറിച്ച് പറയാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ കടമയാണ് സർ. പോടാ പോ, സമയം മെനക്കെടുത്താനായിട്ട് വന്നിരിക്കുന്നു. മുരുക, വന്നു സാർ. ഇവൻ എന്തിനാ അകത്തേക്ക് വിട്ടത്? ഇവനോട് പുറത്തു പോകാൻ പറ. ആരാണ് നിങ്ങൾ? ആരോട് ചോദിച്ചാ അകത്ത് വന്നത്? ഒന്ന് പുറത്തു വന്നേ സാർ. വരൂ. വലിയ ഇങ്ങോട്ട് വാ. വരൂ. കയ്യിൽ ചില്ലറ മാത്രമേ ഉള്ളൂ. പൊയ്ക്കോ, എല്ലാം ചെയ്തോളാം. എന്നെ വിട്. ഞാൻ എന്താ തെറ്റായിട്ട് ചോദിച്ചത്? സാർ, അങ്ങേർക്ക് വട്ടാണ്. നിങ്ങൾ ചോദിച്ചാലേ വളരെ ശരിയാണ്. പക്ഷെ വീണ്ടും തിരിച്ചു വന്ന് എന്റെ പണിക്ക് പാര വയ്ക്കല്ലേ. ദയവ് ചെയ്ത് പോയേ, പ്രശ്നം ഉണ്ടാക്കാതെ പോയേ. ഞാൻ അപ്പോഴേ ഇവരോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നടാ. ചിരിച്ചോ, നന്നായിട്ട് ചിരിക്കും. എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അയ്യോ. നാട്ടിൽ ഏതോ ആന കുളത്തിൽ വീണുന്നും പറഞ്ഞ് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. തൊട്ട് നനച്ച് കുളിച്ചാ അത് കാക്കക്കുളി, നന്നായിട്ട് തേച്ചു കുളിച്ചാലേ അത് മനുഷ്യന്റെ കുളി ആവുകയുള്ളൂ. ഇങ്ങനെ കുളം കലക്കി കുളിക്കുന്നത് എരുമക്കുളിയാ, നീ കുളിക്കുന്നത് 3 in 1.
നീ ഇറങ്ങിയിട്ട് 1 മാസം ആയില്ലേ? കേറി വാടാ. കുളിക്കാൻ കൂട്ടിനൊന്നൊരാള്. പിന്നെ വേറെ ആരോടും കൂടെ. മതിയാക്കടാ, ഒരുപാട് അവനായിട്ട് കളിയാക്കാതെ. ഏയ്, ഇവിടെ അതെന്താ എത്തിയോ? ആ താലൂക്ക് ഓഫീസിൽ വെച്ച് സീരിയൽ വലിയ പോലെ സീരിയസ് ആയിട്ട് ഒരു നോട്ടം നോക്കിയത്? അതെ അതെ, എന്നെ ഇങ്ങനെയൊന്നും നോക്കല്ലേ. നമുക്ക് ആകെയുള്ള ഒരു കുളവാ, അതും പറ്റിപ്പോവും. കണ്ടില്ലേ കൊച്ചാ, ഇവൻ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു. എന്താടാ ശിവ, നമ്മുടെ ആകാശവാണി കൃഷ്ണ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞു. ഇത് നോക്ക്, നീ ആവശ്യമില്ലാത്തടത്ത് പോയിട്ട് ഇവരുടെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? എന്താ അമ്മാവായി പറയുന്നേ? ഞാൻ പിന്നെ എന്ത് പറയണമെന്നാ? നീ താലൂക്ക് ഓഫീസിലേക്കല്ലേ പോയത്? അതിന് പകരം കളക്ടർ ഓഫീസിലേക്ക് പോ. അവിടെ പൊതുവിവരങ്ങൾ നൽകാൻ ഒരാളുണ്ട്. അയാളാണ് കളക്ടറുടെ PA. അങ്ങേർക്ക് എഴുതി കൊടുത്തിട്ട് വന്നേക്ക്. അങ്ങേര് വേറെ എവിടെങ്കിലും അയച്ചാലോ? നീ പറയുന്നത് കേക്കടാ. ജില്ലാ തലത്തിൽ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരിട്ട് കളക്ടർ ഓഫീസിലാണ് എഴുതി കൊടുക്കേണ്ടത്. എന്നാ പിന്നെ അതും കൂടി ഇങ്ങനെ എഴുതി തന്നേര്. നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എഴുതുവോ? അതിൻ്റെതായിട്ടുള്ള രീതി ചോദിച്ചാൽ എഴുതി തരാം. വെറുതെ വന്നിങ്ങനെ ചോദിച്ചാൽ കാര്യം നടക്കുവോ? അതിൻ്റെതായ രീതി തന്നെ ചോദിക്കുന്നത്. എന്റെ രീതികളൊക്കെ നിനക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ട് കൊണ്ടുപോയി എഴുതി തരാം. എന്റെ കൊച്ചാ, നമുക്കെല്ലാം ചേർന്ന് എഴുതിയാലേ. ചേർന്ന് എഴുതുന്ന ബാനറാണ്. ഞാൻ തനിച്ചെഴുതേണ്ട കാര്യമായത്. വൈകിട്ട് വീട്ടിൽ വന്ന് മേടിച്ചോ? അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ എഴുതി തരണം. അയ്യോ, സമ്മതിക്കല്ലോ. കിട്ടിയത് നമ്മളെ കട്ട് ചെയ്ത ശരിയാ കൊച്ചാ, ഒന്നും കൂടെ ആലോചിക്കാം. നമുക്ക് ചേർന്ന് പിന്നെ മൂക്കിൽ വലിക്കാനുള്ളതില്ല. പിന്നെയാ അല്പം അടപ്പിലൊഴിച്ച് തന്നാലും മതി. അങ്ങനെ അല്പം അടപ്പിലൊഴിച്ച് നീ മോന്തണ്ട. നാട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് എഴുതാം അല്ലേ? അടിക്കാൻ പോവാണോ? എഴുതുന്നതിന് മുമ്പ് കുറച്ച് മഷി ഒഴിക്കുക. തറയിൽ വെക്കല്ലേ, ഇങ്ക് ബോട്ടിൽ വേണമെങ്കിൽ ഞാൻ എന്റെ കൈ വെക്കാം. ഒന്ന് അടങ്ങടെ, പുള്ളി വാമപ്പാവുകയല്ലേ. ഒരു യോദ്ധാവ് വാള് ഊരുന്ന പോലെ ഇത്. എടാ ശിവ, ഓരോരുത്തന്റെ സ്വയം അനുഭവത്തിൽ നിന്നാ സമൂഹത്തെ പറ്റി ചിന്തകൾ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള നല്ല ചിന്തകളാണ് നിന്റെ അടുത്തുള്ളത്. ഇനി നീ എടുത്തു വയ്ക്കാൻ പോകുന്ന ഓരോ അടിയും ഏണിപ്പടിയായിരിക്കട്ടെ. വാടാ പോവാം. അടിച്ച പെട്രോള് ഓടിച്ചു തീർത്തു. മെയിലയച്ചേക്ക്. ശരി സർ. നമസ്കാരം സർ. ഇതാ സർ. പാലിഗ്രാമ? അതെ സർ. ഒരു മാസത്തിനുള്ളില് വീട്ടിലേക്ക് അറിയിപ്പ് വരും. ഇപ്പൊ ചെല്ല്. ശരി സർ. റെസിപ്റ്റ് ഒന്ന് തരുമോ? ഇതെന്താ പണമാണോ റെസിപ്റ്റ് എഴുതി തരാനായിട്ട്? നിങ്ങളുടെ ആവശ്യം 1 മാസത്തിൽ അയച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? എൻ്റെ അടുത്തൊരു സെറോക്സ് കോപ്പി ഉണ്ട് സർ. എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഒരു കയ്യൊപ്പിട്ട് തന്നാൽ മതി. വീഡിയോ, നീ ഡെപ്യൂട്ടി കളക്ടർ ആവാനായിട്ട് ട്രൈ ചെയ്യുന്നു. നിന്നെ ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പുറത്ത് വന്ന് പോയേ ഉള്ളൂ. എന്താ ഈ പറയുന്നേ? ഏതോ പാലിയൂരുകാരനാ. അവന്റെ പേര് ശിവാന്നാ. ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. വിഴിപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആദ്യത്തെ ആർടി നിങ്ങളുടെ സ്കൂളിന്റെ കോൺട്രാക്ടിനെ കുറിച്ചിട്ടാ ഫയൽ ചെയ്തിരിക്കുന്നത്. അതെയോ? വായും പൊളിച്ച് നിൽക്കാതെ MLAക്ക് ഫോൺ ചെയ്യൂ.
ഡോ അയ്യാതുരെ, നിന്റെ കോൺട്രാക്റ്റിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും RTI വഴി ആവശ്യപ്പെട്ടിരിക്കുക. RTI എന്ന് വെച്ചാ MLAക്ക് ഫോൺ ചെയ്യടോ. ആവശ്യമില്ലാത്ത കുരുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്ക് പോലും അറിയില്ല, പിന്നെ MLA. ഹലോ, നമസ്കാരം ചേട്ടാ. നമ്മുടെ സ്കൂൾ കെട്ടിടത്തെ കുറിച്ച് RTI ഫയൽ ചെയ്തിരിക്കുന്നു. RTI? ഏത് IT ആണെങ്കിൽ എന്താടോ, നമ്മുടെ കോട്ടയത്ത് തന്നെ സീറ്റ് വാങ്ങി കൊടുത്തേക്കാം. കാശിന്റെ കാര്യം കൃത്യമായിട്ട് സംസാരിക്കും. അല്ല നേതാവേ, ഇത് ITA അല്ല, RTI. RTIയോ? സ്വാമി എന്തിനാണ് വെറുതെ ഇങ്ങനെ ഷോക്കാവുന്നത്? ഇത് ഇത്ര വലിയ കാര്യമാണോ? അതെ നേതാവേ, നമ്മളെടുത്ത സ്കൂൾ കോൺട്രാക്റ്റിനെ കുറിച്ച് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും തിരിമറി കാണിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ. എന്റെ ബിനാമി ഇടപാടുകളെ കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം ആർക്കാടാ ഉള്ളത്? പോക്കണവനെ. വേണ്ട സാറേ, ഇപ്പൊ നിങ്ങളുടെ സമയം ശരിയല്ല. നല്ലപോലെ നോക്ക്, അത് അവനായിരിക്കും. ശിവദാസനെ വേഗം ഫോൺ ചെയ്യ്. ഇപ്പൊ തന്നെ വിളിക്കാം. ഇരുട്ടടി അടിക്കാൻ പറ അവനോട്. അടിക്കണ അടിയില് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അടങ്ങിക്കോളും. അവൻ വന്നു. അടിക്കടവന തലയില്. സൈറൻ കേൾക്കുന്നുണ്ട്. അവനെ വിട്ടേക്ക്. രക്ഷപ്പെടാം. വാ നോക്ക്. പെട്ടെന്ന്. ഈശ്വര, എന്റെ മകനൊന്നും സംഭവിക്കരുത്. എനിക്ക് കരയല്ലേ, നിന്റെ മോനൊന്നും സംഭവിക്കില്ല. എടാ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നടന്നിരുന്നല്ലേ, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പറ. അല്ല, കുറച്ചു ദിവസം മുമ്പ് ആ പുതുനഗർ സ്ട്രീറ്റിലെ പൈമാരായിട്ട് ചെറിയ പ്രശ്നം. നിങ്ങൾ തൊടുന്നതെല്ലാം പ്രശ്നമാണല്ലോ. ആ, അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാതെ വന്ന ഇതൊക്കെ സംഭവിക്കുക. പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല, അനുഭവിച്ചാലും എല്ലാം പഠിക്കും. എന്റെ മോന് ആക്സിഡന്റ് പറ്റി ഇവിടെ കൊണ്ടുവന്നിരിക്കാം. ശിവ, എമർജൻസി വാർഡിലേക്ക് ചെല്ലു. അവൻ എമർജൻസി വാർഡിലാണത്രേ. ഈ എമർജൻസി വാർഡ് എവിടെയാ? എമർജൻസി നേരെ പോയാൽ മതി. വരൂ. ശിവ, മോനെ, ശിവ, രോഗിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? കൊറേ ചോര പോയിട്ടുണ്ടാവുമല്ലേ? നോക്കി, നമ്മള് മോനെ നോക്ക്. മനസാക്ഷി ഇല്ലാത്തവരെ അടിച്ചത് കണ്ടില്ലേ? വേദനിക്കുന്നുണ്ടോ മോനെ? ഒന്നും മിണ്ടാതിരിക്കേ, എനിക്കൊന്നുമില്ല. ശിവ, എന്താടാ പറ്റിയ? കളയടാ. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ. ഞാനിത് ഒരിക്കലും മറക്കില്ല. അച്ഛാ, എന്താ ഇങ്ങനെയൊക്കെ? ഇവൻ എന്റെ കൂടെ പിറക്കാത്ത അനിയനാ. ഇവൻ ധീരനാ. പേടി തൊണ്ടന്മാര് മറിഞ്ഞിരുന്ന് അടിക്കുകയായിരുന്നു. ശിവ, എന്താടാ ശിവ, എന്താടാ പറ്റിയേ? എന്റെ കൺമുന്നിൽ വന്നിരുന്നെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു. പക്ഷെ പിന്നിൽ നിന്നാണ് അടിച്ചത്, ഭീരുക്കളെ പോലെ. ആരടാ അത്? എനിക്കറിയില്ല അമ്മാവ. നിന്നെ അടിച്ചത് ആരാണെന്ന് എനിക്കറിയാം ശിവ. ആരാ അമ്മാവ? RTI. എന്താ ഈ പറയുന്നത്?
എന്താ നീ പറയുന്നത്? RTIയോ? എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. അമ്മാവ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ശിവ, ആരാ RTI? പറയേ, ഞാൻ അവനെ പൊക്കാം. RTI ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്ന് നാട്ടിൽ ഒരുപാട് പേരെ അകത്താക്കുന്നത്. ഓ, അത്രയ്ക്ക് വലിയവനാണോ? വലിയ അവനല്ല, വലിയ നിയമം. RTI എന്ന് പറയുന്നത് വിവരാവകാശ നിയമം. ശിവ ധൈര്യമായിട്ട് തെറ്റിനെ ചോദ്യം ചെയ്തു. അതിഷ്ടപ്പെടാത്ത ആരോ ഇവനോടുള്ള ദേഷ്യം തീർത്തിരിക്കുക. എന്നാൽ ശിവ, ഇനി നീ എടുത്തു വെക്കാൻ പോകുന്ന ഓരോ സ്റ്റെപ്പും മുൻകരുതലോടെ ആയിരിക്കണം. ശരിയാണ് അമ്മാവ. ഹേ ശക്തി, എനിക്ക് പേടിയാവുന്നു ശിവ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ശിവ, എന്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയും കഴിഞ്ഞ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ടാ എനിക്ക് പേടി. നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നല്ല കാര്യമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ നടക്കുന്നതെല്ലാം വിപരീതമാണല്ലോ. കണ്ടില്ലേ, ബീഹാറിൽ RTI ഫയൽ ചെയ്ത ഒരാളെ കൊന്നു കളഞ്ഞു. നിന്നെ കാണിക്കാനാ ഞാൻ ഇത് കൊണ്ടുവന്നത്. ഇതൊക്കെ വിട്ടേക്ക് ശിവ. ആർക്കും ഇല്ലാത്ത ആത്മാർത്ഥത നിനക്കെന്തിനാ? നീ എന്താ ഈ പറയുന്നത്? ഇവരൊക്കെ കൊള്ളയടിച്ചോണ്ടിരിക്കുക. അതൊക്കെ അറിയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലല്ലേ? നീയും സാധാരണക്കാരെ പോലെ സംസാരിക്കില്ല. ഞാനെന്താ മോളിന്ന് പൊട്ടി വീണതാണോ? ശക്തി, ഒരു കാര്യം പറയട്ടെ. വെറുതെ ഒരു കാര്യവും ചെയ്യാതെ നടന്നുകൊണ്ടിരുന്ന എന്നെ നീയാണ് മാറ്റിയത്. അപ്പൊ നീ ഒരു മാലാഖയെ പോലെ. Wanna feel your love in my heart. You have everything, you have everything. Wanna live, say if you're my spirit, what I can സാർ, പോസ്റ്റ്. രജിസ്റ്റേർഡ് ലെറ്ററൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവോ? എന്റെ കൊച്ചച്ച, ബാറിൽ സൈഡ് ഡിഷിന് വേണ്ടി കള്ളക്കണക്ക് എഴുതുന്ന പോലെ ഇവന്മാർ എഴുതി തള്ളിയിരിക്കുന്നത് കണ്ട് ഞാൻ ഫീൽ ആയിരിക്കുമ്പോ നിങ്ങൾ ഒരു കൂസലില്ലാതെ ഇങ്ങനെ 2 ക്വാർട്ടർ കാലിയാക്കിയ എങ്ങനെ? ഇവന്മാര് കാണിച്ചു വെച്ചിരിക്കുന്ന ഈ തോന്നിവാസം കണ്ട വേറെ എന്താ ഞാൻ പറയാ? എടാ ശിവ, കണ്ടില്ലേ, ഒരു 10,000 ഓഡിറ്റർമാരെ കൊണ്ടുവന്ന് നിർത്തിയാലും ഈ കള്ളക്കണക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? കള്ളനെ കണ്ട് തിരുത്താതിരുന്നാൽ കള്ളത്തരം തിരുത്താനാവില്ല എന്ന് നീ കേട്ടിട്ടില്ലേ? അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് ഇതൊക്കെ എടുത്ത് സൈഡാക്കിയിട്ട് വേറെ പണി നോക്കാം. ഇവരെയൊക്കെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. RTI ഫയൽ ചെയ്യുന്നത് വരെ കൺമുന്നിലുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നല്ലവരാരാണെന്നും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴാണ് മനസ്സിലായത്.
അങ്ങനെ ഞാൻ വിടാൻ പോകുന്നില്ല. എന്റെ നിഴലായി നിങ്ങൾ കൂടെ വേണം അമ്മാവ. നീ നാടിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയിരിക്കുമ്പോ നിഴലായിട്ടല്ലടാ, നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. ഉഗ്രൻ കൊച്ചച്ച. ചെയ്തിട്ട് നീ ഇവിടുത്തെ ഈ ജോലി നോക്ക്, ചാക്കുകളൊക്കെ അടുക്കി വയ്ക്ക്. സംസാരം നിർത്ത, പണി നോക്ക്, പെട്ടെന്ന് പെട്ടെന്ന്. ചേട്ടാ ഇങ്ങ് വാടോ. ഒരു ചട്ടി സിമെന്റിന് എത്ര ചട്ടി മണ്ണാ ഇടുന്നത്? 7 ചട്ടി. തികയില്ലടോ, ഒരു 10 എണ്ണെങ്കിലും ഇട്. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? അത് ഒട്ടിയാലും ഒട്ടാതെ ബിൽഡിംഗ് താഴെ വീണാലും എനിക്കൊന്നുമില്ലല്ലോ. നീ പറയുന്ന ചെയ്. അനുസരണ ഇല്ലാത്ത ഇതൊക്കെ പറയേണ്ടടുത്ത് പോയി പറയണം. അവന്മാരുടെ ഒരു നോട്ടം കണ്ടില്ലേ? ആ മേശ്രി പറ. ചേട്ടാ നമസ്കാരം. ആ പയ്യന്മാർ ഇവിടെ നമ്മുടെ സൈറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് നീ ഒന്നും പേടിക്കണ്ട. ആര് വേണമെങ്കിലും വന്ന് കണ്ടോട്ടെ. നീ നിന്റെ ജോലി നോക്ക്. ഓരോരുത്തരും നമ്മൾ ഒന്നും ചെയ്യില്ല. മനസ്സിലായോ? ശരിയേട്ടാ. എന്നാ വെച്ചോ. ഹെഡ് മാസ്റ്റർ എന്താ പറഞ്ഞേ? ഇന്നെന്തോ മീറ്റിംഗ് കൊണ്ട് നാളെ വരാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നാളെ കാണാം. ഈ വഴി പോവാല്ലേ? ദേഹ പഴയ മല്ലിക ടീച്ചർ അതുപോലെ തന്നെയുണ്ട്. അത് ശരിയാ. നമസ്കാരം. നാളെ വരാൻ പറഞ്ഞു. ശരി. എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ, എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പറയേ. നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ അഴിമതി നടക്കുന്നുണ്ട്. എന്താണോ, കൊള്ളയടിക്കുകയാണോ? അതെ സാർ, വിവരാവകാശ നിയമം ഉപയോഗിച്ച് എല്ലാ വിവരങ്ങളും ഈ ശിവ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 4 കെട്ടിടം പണിയാനുള്ള തുക നീക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പണി നടക്കുന്നില്ല. ശിവ, ഇത് ഗവൺമെന്റിന്റെ കാര്യങ്ങളാ. കളക്ടറാണ് ഫണ്ട് തരുന്നത്. ഇതിന് പ്രോജക്ട് മാനേജർ എന്നൊരാളുണ്ട്. അതുമല്ല, BDO ഓഫീസ് മുഖേനയാ ഇത് നടക്കുന്നത്. അവർക്കറിയാൻ പാടില്ലാത്തതാണോ? നീ പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രശ്നവും ഇവിടെ നടക്കുന്നില്ല. ഡെയിലി BDO ഓഫീസിൽ നിന്ന് ഒരാൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇതുപോലൊന്നും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. സർ, ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താടാ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ? അതെ സർ, ഇങ്ങനെ ഉറപ്പില്ലാത്ത ബിൽഡിംഗ് ആണെങ്കിൽ അങ്ങനെയും സംഭവിക്കും. രക്ഷിതാക്കളോട് നിങ്ങൾ ഉത്തരം പറയൂ. ശരി, അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ തെളിയിക്കാൻ പറ്റും? പറ്റും സർ, എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഇതാ. താങ്ക് യു സർ. ഓക്കെ അല്ലേ? സാറേ, ഇത് ഗവൺമെന്റ് കൺസ്ട്രക്ഷനാ. ഇത് അത്ര പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഹെഡ് മാസ്റ്റർ സൈൻ ഉള്ളത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ സർ. അഡ്രസ് പറയും സാർ. ഒന്ന് എഴുതിയെടുക്കാമോ? വിഴുപ്പുറം ജില്ല. വിഴുപ്പുറം ജില്ല, ഉടുന്നൂർപേട്ട താലൂക്ക്, പാലിഗ്രാമം. പാലിഗ്രാമം. താങ്ക് യു സാർ. എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഏകദേശം 4 മണിക്കൂറാവും. വെയിറ്റ് ചെയ്യും. എടാ ശിവ, ഇത് അത്ര എളുപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പുറത്തു പോയിട്ട് ചെറുതായിട്ടൊന്ന് മിനിങ്ങിട്ട് വരാം. ഒന്നിരിക്കും അമ്മാവ, റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പോവാന്നേ. എന്ത് ചെയ്യാനാ, അതിനുള്ളിൽ കട അടയ്ക്കാതിരുന്നാ മതി.
ഇത് ഒന്നിനും കൊള്ളാത്ത കൺസ്ട്രക്ഷനാണ് സർ. മഴ പെയ്താൽ അലിഞ്ഞു പോവും, വെയിൽ വന്നാൽ വിണ്ടുപോകും. കൂടി വന്ന ഒരു 3 വർഷം നിൽക്കും. അത്രയും കപ്പാസിറ്റി ഉള്ളൂ. എന്താ സർ? MLA കാര്യം കട്ടപ്പോകാം. നേതാവേ, ഒരു വാക്ക് പറഞ്ഞാ മതി, അവനെ ചുരുട്ടി മടക്കിയതായി കാൽ കീഴിൽ കൊണ്ടിട്ട് തരും. വേണ്ടായിരിക്കോ. എടോ സ്വാമി, ഇയാൾക്ക് ഇതല്ലാതെ മറ്റൊരു പണിയും അറിയില്ലേ? വെറുതെ മണ്ടതരം വിളിച്ചു പോകുന്നു. അത് തന്നെ എന്റെ പണി. നിങ്ങൾ എന്തിനാ ചെയ്യുന്നേ? നേതാവേ, നിങ്ങൾ എന്തിനാ വെറുതെ വിഷമിക്കുന്നേ? നിങ്ങൾ പറഞ്ഞുടൻ തന്നെ അവൻ കൊണ്ടുവന്ന ലെറ്റർ കളക്ടറുടെ കയ്യിൽ പോവാതെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് തന്നില്ലേ? അത് ലെറ്റർ അല്ല, പെറ്റീഷനാണ്. സാർ, നിങ്ങൾക്കൊക്കെ അത് പെറ്റീഷൻ ആയിരിക്കാം, പക്ഷെ ഞങ്ങളുടെ നേതാവിന് അത് വെറും ടിഷ്യൂ പേപ്പറാ. അതെ, പറയുന്നതൊക്കെ വ്യക്തമായി കേട്ടോ. സ്വാമി, തന്നോടും കൂടിയാ. അവന്റെ റൂട്ടൊന്നും ശരിയല്ല. സിമെന്റിന്റെ വില എന്തെന്നറിയാത്ത ഈ സമയത്ത് അവൻ കോൺക്രീറ്റും കൊണ്ട് ടെസ്റ്റിന് പോയിരിക്കില്ലായിരുന്നു. സാറേ, എന്തെങ്കിലും നോക്കി കണ്ട് ചെയ്തേ പറ്റൂ. വെറും നരുന്ത് എലിയെ പോലൊരു ചെക്കൻ അവന്റെ അടുത്തൊക്കെ പോയി തലവര മുള്ളുപോലെ കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവനാണോ എലി? ഈ പെറ്റീഷൻ മാത്രം നമ്മുടെ കയ്യിൽ വരാതെ നേരെ കളക്ടറിന്റെ കയ്യിൽ പോയിരുന്നെങ്കിലോ? നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലുമൊക്കെ ചെയ്യാശാനെ, എന്നാലും എനിക്ക് സ്വസ്ഥമായിട്ട് എന്റെ ചെയറിൽ ഇരിക്കാൻ കഴിയും. ഒന്നും മിണ്ടാതിരിക്കേ. അവന്റെ ഒരു സീക്രറ്റ് എന്റെ കയ്യിലാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി ശരി ശരി. അല്ല, നിങ്ങൾ ആരോടെ ഈ നിയമം പറയുന്നത്? എന്താ ഇത്? എത്രയോ കാലമായിട്ട് ഈ സ്ഥലം ഞങ്ങളുടെ കയ്യിലാ. എന്തിനാണ് അവരിവിടെ വന്ന് പ്രശ്നം ഇറങ്ങാൻ? ആരാടാ നീ? ആരാ നീ? ഞാൻ വില്ലേജ് ഓഫീസറാണെന്ന് അറിയില്ലേ? ആരാണെങ്കിലും ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് എന്താ കാണിക്കുന്നത്? ഒരുപാട് കിടന്ന ആളാവല്ലേ? ഇത് സർക്കാരിന്റെ പ്രശ്നമാണ്. ഈ സ്ഥലത്ത് റേഷൻ കട വരികയാണ്, അതുകൊണ്ട് നീ ഈ സ്ഥലം ഒഴിഞ്ഞു തന്നേ പറ്റൂ. നിന്നെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വത്ത് തട്ടിപ്പറിക്കാൻ വന്നിരിക്കുകയാണോ എല്ലാവരും? നശിച്ചു പോവുകയുള്ളൂ നിങ്ങളൊക്കെ. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കും, ഇത് എനിക്ക് വീട് കെട്ടാനല്ലല്ലോ, തഹസിൽദാറിന്റെ ഓർഡർ. അതുകൊണ്ട് ഞങ്ങളെല്ലാം എന്താ? തഹസിൽദാർ എന്റെ സ്ഥലം മാത്രമേ കണ്ടുള്ളൂ. നാട്ടിൽ എത്രയോ പുറമ്പോക്ക് നിലം വേറെയുണ്ട്. അതൊക്കെ എഴുതി വാങ്ങാൻ നോക്ക്, എന്നിട്ട് തരാം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അനിയ. ജോലി ചെയ്യുന്നവരെ തടയുകയാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. എന്ത് പോലീസോ? പോലീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കുന്നു വിചാരിച്ചോ? ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കുന്നേ? ഗവൺമെന്റിന് സ്ഥലം വേണോന്ന് അവനോട് ചോദിച്ചാ അവനെന്താ കൊടുക്കാതിരിക്കുമായിരുന്നോ? ഇത് നോക്ക് സാർ, സ്ഥലം ആണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉടമസ്ഥന് 15 ദിവസം മുമ്പ് തന്നെ ഇന്ന കാരണത്തിന് വേണ്ടിയാണ് ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നത്, അതിന് കൃത്യമായിട്ട് നോട്ടീസ് കൊടുക്കണമെന്നും ഒരു നിയമം തന്നെ ഉണ്ട്. നിങ്ങൾ തോന്നുന്ന പോലെ പൊട്ടക്കണ്ണം കിണറ്റി വീണ പോലെ എഴുതി കൊടുക്കുന്ന പറഞ്ഞാൽ എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും? എല്ലാരോടും കൂടിയാണ് പറയുന്നത്. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ നിങ്ങളെ ഞാൻ അടിച്ചോടിക്കും, കേട്ടല്ലോ? ഒന്ന് ക്ഷമിക്കേണ്ട അനിയ, എന്തിനാ ഇത്ര ദേഷ്യം? എന്താണെങ്കിലും തഹസിൽദാറിന്റെ അടുത്ത് പോയി സംസാരിച്ചോളൂ. നമസ്കാരം സർ. സാർ നമസ്കാരം. അല്ല, ഇതാരാ? എന്താ കാര്യം? RTI ഫയൽ ചെയ്യാനോ മറ്റാണോ? എല്ലാം അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ? RTI ഫയൽ ചെയ്തോട്ടെ? പറയുന്നേ, എന്തോ പറയാൻ വന്നതല്ലേ? സർ, നമുക്കിടയിൽ എന്താണ് സാർ പ്രശ്നം? എന്നെ അറിയിക്കാതെ എന്റെ സ്ഥലത്തേക്ക് വന്നത് തെറ്റാണ്. തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ നീ ആരാ? നീലമഷി കൊണ്ട് എഴുതുന്ന നീ ഇത്രയും ചിന്തിക്കുമ്പോൾ പച്ചമഷി കൊണ്ട് ഒപ്പിടുന്ന ഞാൻ എത്രമാത്രം ചിന്തിക്കണം?
ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് എടുത്ത് ഡിസ്ട്രിക്ട് കലക്ടർക്ക് അയച്ചല്ലോ. ഇതാ പിടിച്ചോ. ഇതുകൊണ്ട് പോയി പൂജയ്ക്ക്. എന്താ നോക്കുന്നത്? ഇത് വലിയ ബെൽറ്റാ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഗവൺമെന്റ് സ്റ്റാഫ് വിചാരിച്ചാൽ എന്തും നടക്കും. മനസ്സിലായല്ലോ? പണി നോക്കി പോവും മക്കളെ. നിന്റെ പുറമ്പോക്ക് സ്ഥലത്തിന് പട്ടയം തരാം. എന്തെങ്കിലും തട്ടുകട വെച്ച് ജീവിച്ചോ. എടാ ശിവ, കാല് പിടിക്കുന്നതിനേക്കാൾ ചത്തു പോകുന്ന ഭേദം. ഇയാൾ നേരത്തെ തന്നെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ സാർ ഒച്ച എടുക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. അമ്മാവാ എഴുന്നേക്ക്. എന്താണോ നോക്കുന്നേ? കളക്ടറിന് അയച്ച പെറ്റീഷന്റെ അക്നോളജ്മെന്റ് എന്റെ അടുത്തുണ്ട്. അതെടുത്തോണ്ട് എവിടെ പോയാലും എനിക്ക് ജയിക്കാനാവും. ഏത് ഇങ്ക് യൂസ് ചെയ്താലും എന്താണ് എഴുതുന്നതെന്നുള്ളതിലാണ് കാര്യം. നിന്റെ പച്ച ഇങ്ക് എടുത്ത് നിന്റെ മുഖത്ത് തേക്ക്. തഹസിൽദാറുടെ പദവി എന്ന് വെച്ചാൽ ATM മെഷീൻ എന്നല്ലേ നിന്റെയൊക്കെ വിചാരം? മാറ്റി കാണിച്ചു തരാം. വാടാ ശിവ. ഈ ചെയറിൽ താൻ അധിക നാൾ ഇരിക്കില്ലടോ. വാ അമ്മാവാ. കലക്കിടാ ശിവ, കലക്കി. നീ ശരിക്കും അയാൾക്കിട്ട് കൊടുത്തു. ഓരോ പോയിന്റ് നീ എടുത്തു പറഞ്ഞപ്പോ അയാൾ കിടുകിടാന്ന് വിറക്കിയായിരുന്നു. നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുത്തനുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയേ. കീഴ്വഴക്കങ്ങളൊക്കെ നീ മറന്നുപോയോ? എന്ത് കീഴ്വഴക്കം? തൊണ്ട വരളൊന്നു ചെറുതായിട്ടൊന്ന് മിനുങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. മനസ്സിലായി. എടാ ശിവ, ഒന്ന് മിനുങ്ങി കഴിഞ്ഞാ നന്നായിട്ട് ആലോചിക്കാൻ പറ്റും. ശരി വാ. കുളത്തിലേക്ക് ആരും എത്തി നോക്കരുത്. തുണിയൊക്കെ അലക്കി ഉണങ്ങാനിട്ട ശേഷം ഞാൻ തന്നെ കുളിപ്പിച്ചു തരാം, കേട്ടോ? ആരെങ്കിലും ഓടി വരണേ. എന്താ എല്ലാവരും ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? ആരെങ്കിലും ഇറങ്ങി ഒന്ന് എടുക്ക്. ഇതിപ്പോ പോലീസ് കേസാവോ? ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മാറ്, ഞാൻ ഇറങ്ങാം. മാമ ഒന്നും പേടിക്കണ്ട, ഞാൻ ചാടാം. വേണ്ട, ഇപ്പൊ ഞാൻ ചാടിക്കോളാം. ഇതൊന്ന് പിടിച്ച്, ഞാൻ ചാടാം. കട്ടിലെടുത്തോണ്ടോ? അമ്മാവാ എഴുന്നേക്ക്. അമ്മാവാ എഴുന്നേക്ക്. അമ്മാവാ എന്നെ വിട്ടു പോവല്ലേ അമ്മാവാ. പ്ലീസ് അമ്മാവാ. അമ്മാവാ എഴുന്നേക്ക്. അമ്മാവാ. 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 അമ്മാവാ എന്നെ വിട്ടിട്ട് പോവല്ലേ അമ്മാവാ.
ബോഡി ആരാ ആദ്യം കണ്ടത്? ഇതാ പെണ്ണാണ്. എണിക്കണ്ട, ഇരുന്നോളൂ. ആരാണ് ഇവിടെ? ശിവ. എന്തിനാ സാറേ എന്റെ മകനെ അന്വേഷിക്കുന്നത്? ഒരു ചെറിയ എൻക്വയറി. ഇൻസ്പെക്ടർ വരാൻ പറഞ്ഞു. വാ. ശിവ. സാറില്ല അച്ഛാ, ഞാൻ പോയിട്ട് വരാം. വാടോ. അവനെ എന്തിനാ കൊണ്ടുപോയത്? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒന്നും അറിയും. മോഷണം നടത്തിയിട്ട് ചേലക്കണോ നീ? സാറേ, ഇത് ഞാൻ ചെയ്യാത്ത കാര്യമോ? നാട്ടിലുള്ള കേസ് മൊത്തം എന്റെ തലയിട്ടാ ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഞാൻ ചെയ്തിട്ടില്ല. എടോ, താൻ വെറും SI ആയിട്ട് എന്റെ മുമ്പിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷൈൻ ചെയ്യുന്നോ? ഊരടോ അത്. MS നഗറിൽ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. പോയി എന്താ നോക്കിയിടുക. ഡോ, തന്നോട് തന്നെ പറഞ്ഞ പോയി നോക്കടോ. അവന്റെ ലുക്ക് കണ്ടില്ലേ? എന്താടാ നീ നോക്കി പിടിപ്പിക്കുക? അപ്പൊ നീയാണല്ലോടാ ശിവ. ആ ചത്തുപോയവന്റെ മോളും നീയും തമ്മിൽ എന്തോ ഡിങ്കോൾഫിക്കേഷൻ ഉണ്ടെന്ന് കേട്ടല്ലോ. മരണ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന എന്തിനാണ് സാർ? ഡാ, അവന്റെ മരണത്തിൽ ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ടടാ. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി സാർ. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ആ റെസിപ്റ്റ് നീ തിരിച്ചു തന്നേക്ക്. നിനക്ക് പാർട്ടിയിലൊരു പോസ്റ്റിങ്, സ്ഥലത്തിന്റെ പട്ടയം എല്ലാം ഞാൻ ശരിയാക്കി തരാടാ. സമൂഹ സേവനത്തിന് വേണ്ടിയിട്ട് നീ എന്തിനാണ് നിന്റെ ജീവിതം പാഴാക്കുന്നത്? പോയി ജീവിക്കാനുള്ള വഴി നോക്ക് നീ. എടോ, തന്റെ നന്മയ്ക്ക് വേണ്ടിയായി പറയുന്നത്. സമൂഹ സേവനം ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല സാർ. ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതെയല്ലേ സാർ എന്നെ വിളിച്ചത്. ഇതിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന്. തൊപ്പിപ്പോവാതെ സൂക്ഷിച്ചോ സാർ. ശിവ, ജനങ്ങൾ ആരും മണ്ടന്മാരല്ല. മറ്റുള്ളവര് അവരെ കളിപ്പിക്കുകയാണ്. വിറകിനുള്ളിൽ തീ ഒളിഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ വിപ്ലവം മറഞ്ഞിരിക്കുന്നു. ഞാൻ ചെറിയ തോതിൽ ഉപദേശം നൽകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ നീ കളത്തിലിറങ്ങി കളിക്കുന്നവനാ. എനിക്ക് കഴിയുന്നവരെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. മതം പൊട്ടിയ ആനയെ ഒരങ്കുശം കൊണ്ട് അടക്കുന്നത് പോലെ അന്യായം കാണുമ്പോൾ അതിനെ എതിർക്കാൻ നീ അങ്കുശമായിട്ട് മാറണം. എന്നോട് പകരം വീട്ടാൻ അമ്മാവനെ അവര് ബലിയാടാക്കി. പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല. അവരാരാണെന്ന് കണ്ടുപിടിച്ച് പകരം വീട്ടാതെ ഞാൻ അവരെ വിടില്ല അമ്മാവ. എന്താണതൊക്കെ വീണ്ടും വീണ്ടും ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാ? ഇലക്ഷന് മുമ്പ്, ഇലക്ഷന് ശേഷം MLA ഉലകനാഥന്റെ സ്വത്ത് വിവരങ്ങൾ അറിയാനായി ഞാൻ RTI ഫയൽ ചെയ്യുന്നു. എനിക്ക് റെസിപ്റ്റ് തരൂ. ഇത് കിട്ടിയിട്ട് തനിക്ക് എന്ത് ചെയ്യാനാ? തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ നിയമപ്രകാരം തെറ്റാണ്.
നേതാവേ, നിങ്ങളുടെ സ്വത്ത് വിവരങ്ങളൊക്കെ കുത്തിപ്പോക്കാനായിട്ട് ശിവ ആർടിഐ ഫയൽ ചെയ്തിട്ടുണ്ട്. എടോ, പാർട്ടിയുടെ നേതാവിനെ തന്നെ എനിക്ക് പേടിയില്ല, പിന്നെ ഞാൻ എന്തിനാണോ ഇവനെ പേടിക്കുന്നത്? അല്ല, എന്റെ സ്വത്ത് വിവരം കിട്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? മറ്റൊന്നിനല്ല, എലക്ഷൻ അടുത്തവരല്ലേ, നിങ്ങളുടെ ഫ്യൂസ് വരാനാ. ഓ, വിജയം വരെ നിശബ്ദരായിരിക്കും, ബഹളം ഉണ്ടാക്കരുത്. എന്താ പ്രശ്നം? ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്കൂള് പണിയുന്നതിൽ അഴിമതി നടന്നിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് എന്റെ അടുത്തുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നല്ലത് നടക്കണം. അതെ, ആ MLA ചോദ്യം ചെയ്യണം. ശരി ശരി, നിങ്ങളുടെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. പ്രധാനപ്പെട്ട 3 പേർ എന്റെ കൂടെ വരും. എടാ, നിങ്ങളും എന്റെ കൂടെ വരൂ. നിങ്ങളും വരൂ സാർ. നീ ഇവിടെ ഇട. ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? പെട്ടത് തന്നെയാ. ഐ എം എക്സ്ട്രീംലി വെരി സോറി സർ. നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. തെറ്റ് നടക്കുന്നുണ്ടോ എന്ന് സാധാരണക്കാർക്കും അറിയാൻ വേണ്ടിയിട്ടല്ലേ സാർ ഈ വിവരാവകാശ നിയമം? അത് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നു, പക്ഷെ അതൊന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല. അതിനുള്ള തെളിവ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അതെ സാർ, ഇതൊന്നും നോക്കൂ സാർ. എന്നെ സംബന്ധിച്ച് ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ ആ ജില്ലയുടെ തന്നെ പ്രതിനിധിയാണ്. ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നിരിക്കുന്നത്. സംഭവിച്ചതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഉടനെ ആക്ഷൻ എടുക്കാം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചുമതലാബോധമുണ്ട്. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ഒരു ഓഫീസറെ കണ്ട ഒന്ന് എഴുന്നേറ്റ് നിന്നൂടെ? എന്തിനെന്നോ? വന്നിട്ട് കാണിച്ചു തരാം കേട്ടാ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. സർ, നിങ്ങൾക്ക് പോകാം. ഇത് ഫാക്സ് ചെയ്യണം. ഇതാണ് നിനക്ക് ലാസ്റ്റ് വാർണിംഗ്. ഇനി ഇത് ആവർത്തിച്ചാൽ നീ വേറെ ജോലി നോക്കേണ്ടി വരും. ശരി സാർ. എന്താ നോക്ക്. ശരി. താടോ, ഇഡിയറ്റ്. പോടോ, യൂസ്ലെസ്.
സസ്പെൻഡ് ഓർഡർ വന്നിട്ടുണ്ടല്ലോ. തനിക്കും കിട്ടിയോ? നീ എന്തിനാ എത്ര സന്തോഷിക്കുന്നത്? ആ പി ഐക്ക് ഫോൺ ചെയ്യ്, കാര്യം അറിയാം. ആദ്യം കിട്ടിയത് അങ്ങേർക്ക. ശാന്തി, എന്തേ? ഡ്യൂട്ടിക്ക് പോകാൻ സമയം. നീ ആ തൊപ്പിയും എടുത്തേ. നിന്റെ മോന് കളിക്കാൻ കിട്ടിയത് എന്റെ തൊപ്പി മാത്രമേ ഉള്ളൂ. വിഴുപ്പുരം ജില്ലാ കളക്ടർ കണ്ണൻ ഏഴിമലയുടെ അടിയന്തര നടപടി പ്രകാരം കളക്ടറുടെ സഹായി പൊന്നുസ്വാമി, തഹസീൽദാർ അലക്സാണ്ടർ, BDO രാമസ്വാമി, പോലീസ് അധികാരി ചൊക്കലിംഗം എന്നിവരെ താൽക്കാലികമായി ജോലിയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. സാർ, ആരെയും ഭയപ്പെടാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ തീരുമാനമെടുത്തത്? ഇതാ തൊപ്പി. തൊപ്പി തെറിക്കാതെ സൂക്ഷിക്കണേ സാർ. 4 പേരുടെ ജോലി പോയി. അത്രയ്ക്കങ്ങ് കാര്യമാക്കിയില്ല. ഇപ്പൊ അവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുക. ഇനി അവനെ വിടാൻ പാടില്ല. 2ാം യാമം 3ാം നാഴിക. നല്ല നേരം, ശത്രുക്കളെ ഇല്ല. ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. എണ്ണത്തിന് പോലും വിടരുത്. ഒന്നും ബാക്കി വെച്ചേക്കരുത്. കൊളുത്തി കളയല്ല, കത്തിച്ച് നശിപ്പിക്കും. ഒന്നിനെ പോലും വെറുതെ വിടരുത്. ആരെയും കാണുന്നില്ലല്ലോ. വീട്ടിനകത്ത് ആരുമില്ലല്ലോ. മൊത്തം നോക്കടാ. ഇതെല്ലാരും എവിടെ പോയി? അളിയാ, ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. എവിടെ പോയി തൊലഞ്ഞ എല്ലാരും? എടാ, അവിടെ നോക്ക്. ഇതാണ് മക്കളെ 8ന്റെ പണി. മീഡിയ എല്ലാവരുടെയും മുഖം നന്നായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ? അതെടുക്ക്. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കലക്കി അളിയ, കലക്കി. അടിക്കല്ലേ, അടിക്കല്ലേ, വിട്ടേക്ക്. കേബിൾ നെറ്റ്വർക്ക് ഓഫീസ് ഗുണ്ടകൾ തല്ലി തകർത്തു. ഭരണകക്ഷി MLA ഉലകനാഥന്റെ ഗുണ്ടായുസം. കബഡി വിറ്റാങ്ങേണ്ട സമയം. ഓരോരുത്തരുടെ തല പോഞ്ഞോണ്ടിരിക്കുക ഇവിടെ. MLA എന്തിനാ അത്ര ധൃതി കാണിച്ചത്? നല്ല ആളാ. എന്തു പണിയാ ഈ കാണിച്ചത്? കേബിൾ ഓഫീസ് അടിച്ചു പൊളിച്ചു. അത് എത്ര വലിയ പ്രശ്നമായി എന്നറിയോ? വെറും സസ്പെൻഷൻ ആണല്ലോ എന്ന് സമാധാനിച്ചതാ. ഇങ്ങനെ പോയാൽ ഞാനും നിങ്ങളുടെ കൂടെ അകത്ത് കിടക്കേണ്ടി വരും. എടോ, അപ്പൊ ഞാൻ അകത്ത് പോകുന്നത് താനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞോ? തനിക്കെന്നറിയോ, ഞാൻ MLA മാത്രമല്ല, ഒരു ജില്ലാ സെക്രട്ടറി കൂടിയാ ഞാൻ. 6 MLA-മാര് എന്റെ കൂടെ തന്നെ ഉണ്ട്. എന്നെ ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. താൻ ഓർത്തത്? സ്വാമി, കബഡി എന്താ പറയുന്നത്? സാറേ, താങ്കൾ സൈറിൽ വെച്ച കാറിലേ പോകൂ, ഉറപ്പ്. ഞങ്ങൾക്കൊക്കെ സസ്പെൻഷൻ ഓർഡർ ഉണ്ടാക്കി തന്ന ഒരുത്തൻ നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് വാങ്ങി തരാതെ ചെന്നൈന്ന് ഇങ്ങോട്ട് വരൂ. പിനോയിൽ ഒഴിക്കണോ എന്റെ അണ്ണാക്കില്? നേതാവേ, കളക്ടറല്ല, അങ്ങ് മുകളിലുള്ള ദൈവം വന്നാൽ പോലും എന്നെ കണ്ടിട്ടല്ലേ അങ്ങോട്ട് വരാൻ പറ്റൂ. This is too complicated. Yes, ma'am. എന്താണ് കളക്ടർ സർ, CM ഡൽഹിക്ക് പോയ സമയത്താണോ ഈ പ്രശ്നമായിട്ട് വരുന്നത്? ഇതൊരു മേജർ പ്രോബ്ലമാണ് മാഡം. ഹോം സെക്രട്ടറിയുടെ സജഷൻ എന്താണ്? CMന്റെ ഓർഡർ ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ കഴിയില്ല മാഡം. ഓൾറെഡി CMന് മെസ്സേജ് അയച്ചു കഴിഞ്ഞു. ഹലോ,
താങ്ക് യു മാം. യു മേ പ്രൊസീഡ്. CM ഓർഡർ തന്നിട്ടുണ്ട്. തെറ്റ് ചെയ്തത് ഏത് പാർട്ടിയുടെ MLA ആയാലും അവരെ ശിക്ഷിക്കണമെന്ന്. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. പ്രൊസീഡ്. ഓക്കെ, താങ്ക്സ് മാഡം. താങ്ക് യു. ഞാനൊരു ഭരണപക്ഷത്തിന്റെ MLA, അതുമല്ല ഒരു ജില്ലാ മതി. വാറണ്ടുണ്ടോ? എല്ലാ ഓർഡറും ഞാൻ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. CM ആണെങ്കിൽ നാട്ടിലില്ല, ഡൽഹിയിലേക്ക് പോയിരിക്കാം. പിന്നെ നിങ്ങളെങ്ങനെ ഓർഡർ മേടിക്കുന്നത്? എന്താ ആളെ കളിയാക്ക? ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കിയതിനെ ഇയാൾ അറസ്റ്റ് ചെയ്യും. സാറ് നിയമപരമായി ചെയ്തോ, ഞാനൊന്നും പറയാമോ? നിങ്ങളൊന്ന് സഹകരിച്ചാൽ മാന്യമായി പോകാം. നീ എന്തിനാണ് കറിയുന്നത്? ഞാനെന്താ ആദ്യമായിട്ട് ജയിലിൽ പോവാണോ? പോയി ജോലി നോക്കണേ. ഒരു MLA അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് പെട്രോൾ വാൻ, 4 വാൻ നിറച്ച് പോലീസ്. എനിക്ക് അഭിമാനം തോന്നുന്നു. അപ്പൊ ഞാൻ ചെലവാക്കിയതൊന്നും പാഴായില്ല. സർ, നിങ്ങൾ ഭരണകക്ഷിയുടെ MLA ആണ്. ഈ സർക്കാർ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് കാരണം ഒന്ന് പറയാമോ? നല്ലവർക്ക് പരീക്ഷണം സാധാരണയാ. ജനങ്ങൾ പറയുന്നു നിങ്ങൾ സ്കൂൾ നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാലം മറുപടി പറയും. എനിക്ക് വേണ്ടി ആരും തന്നെ സ്വയം തീ കൊളുത്തരുത്. ആരും ആവേശപ്പെടരുത്. ഇങ്ങനെ എന്നെ കൊളുത്തി കളയാൻ തോന്നുന്നു. നേതാവ് സൈറം വെച്ച കാറിൽ പോകുന്നു പറഞ്ഞതിന്റെ നാവുണ്ടല്ല, ചവിട്ടി പെഴുതെടുക്കണം. അങ്ങോട്ട് നോക്ക്. ദ്രോഹി, ഈ സൈറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭരണപക്ഷത്തിന്റെ MLA ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ആരായാലും നന്നായി ഭരിച്ചാൽ മതി. അത് ഏത് പാർട്ടിക്കാരായാലും ശരി. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കും. MLAയുടെ അറസ്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു? അതിനെ കുറിച്ച് പറഞ്ഞ RTI ഫയൽ ചെയ്ത് അവരെ എല്ലാരും ജയിലിലടച്ച ശിവയില്ലേ, അവൻ ആരെന്നറിയോ? എന്റെ കടയിലെ കസ്റ്റമറാ. ദിവസവും കൂട്ടുകാരത്തൊന്ന് എന്റെ കടയിലാ കാപ്പി കുടിക്കാറ്. അതെയോ? സാർ, MLAയുടെ അറസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, വിവരാന്വേഷണ നിയമത്തെ കുറിച്ച് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞില്ലേ? ഇനിയെ നോക്കിക്കോ. ഈ അടിയന്തര നടപടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല ഭരണം നടക്കുന്നു, അല്ലാതെ എന്താ? RTI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. ആര് തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യാനുള്ള ഈ നിയമം എന്തുകൊണ്ട് പാഠ്യ വിഷയമാക്കിക്കൂടാ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. RTI, അതായത് വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്ന നിയമം അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ മുഖം മൂടി വലിച്ചു കീറിയ ശിവയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ പയ്യന്റെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാണ്. ശിവ ജനിച്ച ഈ നാട്ടിൽ ഞാനും ജനിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. നരകാസുരനെ വധിച്ച ദിവസം നമ്മൾ ദീപാവലിയായി ആഘോഷിക്കുന്നു. അതുപോലെ MLA ഉലകനാഥനെ അറസ്റ്റ് ചെയ്തത് ഇവിടെയുള്ള ജനങ്ങൾ ദീപാവലിയായി ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉഴുന്തൂർപേട്ടയിൽ നിന്നും ത്രിവേണി TVക്ക് വേണ്ടി ക്യാമറമാൻ കണ്ണനോടൊപ്പം മേഘന. നിഴലായിട്ടല്ലടാ, നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. എന്റെ മാതാപിതാക്കൾ എന്നെ ഈ സമൂഹത്തിൽ വിതച്ചു. പക്ഷെ നിങ്ങൾ ആ സമൂഹത്തിന്റെ സ്നേഹം എന്നിൽ തന്നെ വിതച്ചു. എന്നിട്ട് എന്നെ വിട്ടിട്ട് പോയല്ലോ. നാട്ടിലുള്ളവർ എന്നെ പ്രശംസിക്കുകയാണ്, പക്ഷെ ശരിയായ പ്രശംസ നിങ്ങൾക്കാണ്. നിങ്ങളോടാണ് ഞാൻ നന്ദി പറയേണ്ടത്, നിങ്ങളോട് മാത്രം.